Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 195 ലൈവ് വെബിനാറാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. തുടർച്ചയായി ദൈവകൃപയാൽ നമുക്ക് വെബിനാറുകൾ നടത്തുവാൻ സാധിച്ചു. കഴിഞ്ഞ 194 വെബിനാറുകളിൽ വിവിധ സഭാ സംബന്ധമായും സാമൂഹ്യ സംബന്ധമായും ഒക്കെയുള്ള ആരോഗ്യപരമായിട്ടൊക്കെയുള്ള വിവിധ വിഷയങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുകയും ആ വിഷയത്തിന്മേൽ നിരവധി ചർച്ചകൾ നടത്തുകയും അതുപോലെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളിലേക്ക് പ്രഭാഷണം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് നമ്മുടെ സൂം വെബിനാർ ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് മോഡറേറ്റർ ആയിരിക്കുന്ന ലൈറ്റ് ടു ലൈറ്റന്റെ അഡ്മിന്മാരിൽ പ്രധാനിയും ഈ വെബിനാറിന്റെ നെടുന്തൂണുമായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കനായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. സാറിന്റെ ഒരു ഉദ്യമം ചെറിയ രീതിയിൽ ആരംഭിക്കുകയും ഇന്ന് ലൈറ്റ് ടു ലൈറ്റൺ വളരെ വിശാലമായ ക്യാൻവാസിലൂടെ വിവിധ വിഷയങ്ങൾക്ക് സൂം വെബിനാറിലൂടെ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാറിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി, അതുപോലെ തന്നെ ഒരു പ്രഭാഷകൻ, ഒരു എഴുത്തുകാരൻ, സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നല്ല രീതിയിൽ പ്രയോജനപ്രദമായ രീതിയിലുള്ള കുറിപ്പുകൾ എഴുതുന്ന ഒരു വ്യക്തി, അങ്ങനെ വിവിധ മേഖലകളിൽ ഒരു സഞ്ചാരി, ഒരു വ്ളോഗർ, അങ്ങനെ വിവിധ മേഖലകളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ. സാറിന്റെ ഒരു ഉജ്ജ്വലമായ നേതൃത്വമാണ് ഈ ലൈറ്റ് ടു ലൈറ്റിനെ ഇപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാറാണ് ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരിക്കുന്നത്. സാറിനെ മോഡറേറ്റർ ആകാൻ വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ബെന്നി, പറഞ്ഞ വാക്കുകൾക്കൊക്കെ നന്ദി. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 195 ലൈവ് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. കഴിഞ്ഞ 194 വെബിനാറും എല്ലാ ശനിയാഴ്ചകളും മുടങ്ങാതെ 2020 ജൂലൈ മാസം 25 മുതൽ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് കൃപയൊരിഞ്ഞ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ യോഗം സമാരംഭിക്കുന്നത്. ഇന്ന് നമ്മളെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ മാർത്തോമ സഭാ സെക്രട്ടറി എബി ടി മാമനച്ചനാണ്. എബി ടി മാമനച്ചനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം, എബി ടി മാമനച്ചനും ഇന്നത്തെ മുഖ്യ പ്രഭാഷകനും 3 വർഷം ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അപ്പം അതുകൂടാതെ കോളേജ് യൂണിയനിലൊക്കെ ഒരുമിച്ച് യൂണിയന്റെ ഭാരവാഹികളായവരാണ്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉള്ളപ്പം പിന്നെ മറ്റേ ആരെയാണ് പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കേണ്ടത്? എബി ടി മാമനച്ചൻ നമ്മുടെ കൂടെ ലൈറ്റ് ടു ലൈറ്റന്റെ ആരംഭകാലം മുതൽ സജീവമായിട്ട് കൂടെ എല്ലാ പരിപാടികളിലും സമയമുള്ളപ്പോഴൊക്കെയും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മാർത്തോമ സഭാ സെക്രട്ടറിയാണ്, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അച്ഛനെ ഞാൻ ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ നാമത്തില് ഒരുമിച്ച് കൂടുവാൻ നീ ഞങ്ങൾക്ക് അനുവദിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നിനക്ക് ഞങ്ങള് സ്തോത്രം ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നാമത്തില് ഞങ്ങളെ ഒരുമിച്ച് കൂടുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ലൈറ്റ് ടു ലൈറ്റൻ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവെ, കഴിഞ്ഞ 194 പ്രാവശ്യമായിട്ട് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഞങ്ങളുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും
ആലോചിക്കുവാനും ചർച്ച ചെയ്യുവാനും പ്രതികരിക്കുവാനും കാലികമായിട്ടുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിന് മുമ്പാകെ ഉയർത്തുവാനും ഒക്കെ നീ ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 194 വെബിനാറിലും വന്ന് നേതൃത്വം നൽകിയവര്, പങ്കെടുത്തവര്, പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഒക്കെ എന്നെ സഹായിച്ചവര് എല്ലാവർക്കായിട്ടും സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ രാഷ്ട്രം ഒരു ഇലക്ഷനെ നേരിടുന്നതായിട്ടുള്ള ഈ ഒരു സമയത്ത്, അതേപോലെ തന്നെ ഞങ്ങളെ മൈനോറിറ്റീസ് ഒക്കെ പല രീതിയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സമയത്തില് ഇത് രണ്ടും കൂടെ, ഈ രണ്ട് വിഷയങ്ങളും ഒക്കെ ക്ലബ് ചെയ്തുകൊണ്ട് ദൈവമേ ഒരു കാലികവും സംഗതവുമായ വിഷയത്തെക്കുറിച്ച് പഠിപ്പാൻ നീ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് നീ തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ലാലച്ചനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അടിയങ്ങളുടേതായിട്ടുള്ള ചിന്തകളെയും ധാരണകളെയും ഒക്കെ ഒരുപക്ഷെ തിരുത്തുന്ന, വ്യത്യാസപ്പെടുത്തുന്ന, കൂടുതൽ ഞങ്ങളെ ബോധവാന്മാരാക്കുന്നതായിട്ടുള്ള നല്ലൊരു ക്ലാസ് നിന്റെ മകളിൽ കൂടെ ലഭിക്കാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. അത് കേൾക്കുക മാത്രമല്ല, ഞങ്ങളെ നീ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു ചെറുവിരലെങ്കിലും അതിനു വേണ്ടി അനക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നൽകുന്നവർക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനെ സഹായിക്കുന്നവർക്കായും സ്തോത്രം. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ കൂടിവരവിനെ നീ മാനിക്കുകയും ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുകയും ചെയ്യണം. ആദ്യോടൊന്നും കൃപ കൂടെ ഉണ്ടായെന്ന് വഴി നടത്തണമേ. എല്ലാറ്റിൽ കൂടിയും ദൈവനാമം മഹത്വപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു അച്ഛൻ. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 195 വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുവാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്നവരിൽ മാർത്തോമ സഭയിലെ പല പട്ടക്കാരുണ്ട്. അതുപോലെ പല പ്രമുഖ വ്യക്തികള് നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്നവരും പുതിയതായി പല മെമ്പേഴ്സിനെയും ഇന്ന് കാണുവാൻ സാധിച്ചു. എല്ലാ വ്യക്തികളെയും ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ മീറ്റിംഗിന്റെ മോഡറേറ്ററായിട്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്ന വ്യക്തി അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ് ആയിരുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷകന്റെ ഓടൊപ്പം ചെങ്ങന്നൂർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതിനാല് അദ്ദേഹത്തിനെയായിരുന്നു ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ ചെങ്ങന്നൂർ ഭാഗത്ത് ഇപ്പം വലിയ മഴ പെയ്യുകയാണ്. അത് കാരണം റോയ് സാറിന്റെ വീട്ടിൽ ഒക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ പോയതിനാല് നെറ്റ് ഇല്ലാത്തതിന്റെ പേരില് ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് റോയ് സാറ് നല്ല പ്രാഗൽഭ്യത്തോടുകൂടി മോഡറേറ്റ് ചെയ്യേണ്ടിയ ഒരു വേദി കറണ്ട് പോയതിന്റെ പേരിൽ എനിക്ക് കിട്ടിയതാണ്. അതിനാല് ഞാന് റോയ് സാറിന് വേണ്ടിയാണ് ഈ റോള് ഇപ്പോൾ നിർവഹിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകനെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാന് സാറിനെ പറ്റി ഒരു ഷോർട്ട് റൈറ്റപ്പ് എഴുതി നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും എത്തിച്ചിട്ടുണ്ട്. ഈ അഡ്വക്കേറ്റ് പി ലാലച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് നേരത്തെ പരിചയമില്ലായിരുന്നു. എന്നെ പരിചയപ്പെടുത്തി തന്നതും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ തന്നത് നമ്മുടെ തന്നെ ഗ്രൂപ്പിന്റെ അംഗമായ അപ്പു ജോസഫ് സാറാണ്. അപ്പു ജോസഫ് സാറ് എൻ്റെ ഈ പ്രവർത്തനങ്ങളെ നല്ലപോലെ സഹായിക്കുന്ന വ്യക്തിയാണ്. സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വാഗതം മുന്നേറാം. അപ്പോൾ ഈ വ്യക്തി അഡ്വക്കേറ്റ് പി ലാലച്ചൻ എന്ന് പറയുന്ന ആളിനെ എന്റെ ഫോൺ നമ്പർ തന്ന് ഞാൻ അപ്പു ജോസഫ് സാറിനോട് പറഞ്ഞായിരുന്നു, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഒരു കാര്യങ്ങളെ നിരൂപണ മനസ്സോടുകൂടി കാണുന്ന ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സാർ എന്നോട് പറഞ്ഞ ഏറ്റവും ബെസ്റ്റായ ഒരാളുണ്ട്, നമുക്കത് ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ആണ് ഞങ്ങളിപ്പോൾ അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറിലേക്ക് എത്തിയത്. ഞാൻ ബോംബെയിലെ സ്ഥിരമായിട്ട് താമസിക്കുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം സാറിനെ എനിക്ക് അത്ര പരിചയമില്ലാതെ പോയത്. എന്നാൽ പിന്നെ പലരും എന്നെ വിളിച്ചു പറഞ്ഞു ഗുഡ് ചോയ്സ്. ഈ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്, എബി ടി മാമൻ അച്ഛനെ, അങ്ങനെ ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു
നല്ലൊരാളിനെ കണ്ടെത്തിയിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോഴാണ് എനിക്ക് സാറ് വെറും ഒരു ചെറിയ സംഭവം അല്ല എന്ന് മനസ്സിലായി. പിന്നെ സാറിന്റെ ബയോഡേറ്റ ഒക്കെ നോക്കിയപ്പോൾ സാറ് വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറ് ഇപ്പോൾ ചെങ്ങന്നൂർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. തിരുവല്ല മെയിൻ്റെനൻസ് ട്രൈബ്യൂണലിന്റെ കൺസിലിയേഷൻ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ട ജില്ലാ സാമൂഹ്യ നീതി ഡിപ്പാർട്ട്മെന്റ് റിസോഴ്സ് പേഴ്സണായിട്ടും സാർ പ്രവർത്തിക്കുന്നു. സാർ 25 വർഷക്കാലം മസ്കറ്റിലെ ഒരു സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ഓഫീസിലെ പ്രശസ്തമായ ഒരു കൺസൾട്ടന്റ് ലീഗൽ സ്ഥാപനത്തിലെ സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ആയിട്ടും കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ തലവനായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ 25 വർഷം വിദേശത്തായിരുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ സാറ് നമുക്ക് ഏവർക്കും പരിചിതമായ വിജിൽ ഇന്ത്യ മൂവ്മെന്റിന്റെ ബാംഗ്ലൂരിലുള്ള വിജിൽ ഇന്ത്യ മൂവ്മെന്റിന്റെ 4 വർഷത്തെ പ്രോഗ്രാം സെക്രട്ടറി ആയിരുന്നു. അതുകൂടാതെ മംഗളം ദിനപത്രത്തിന്റെ സബ് എഡിറ്ററും റിപ്പോർട്ടറുമായിട്ട് സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. സാറ് 2 ഫീൽഡിലാണ്, ഒരു ലീഗൽ സൈഡിലും അതേ സമയത്ത് തന്നെ പത്രപ്രവർത്തനത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. സാറിന്റെ ബിരുദങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ജേർണലിസത്തിൽ ബിരുദം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ LLBയിൽ ബിരുദം നേടിയ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്നാണ്. സാറ് ഇന്റർനാഷണൽ ഇലക്ഷൻ ഒബ്സർവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കരസ്ഥമാക്കിയത് ഇറ്റലിയിലുള്ള യൂറോപ്യൻ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രറ്റൈസേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. വിദേശത്ത് നിന്നാണ് ഈ രാഷ്ട്രീയ നിരൂപകൻ എന്നുള്ള ലെവലിലേക്കുള്ള ട്രെയിനിങ് കിട്ടിയത്. സാറിനെ പറ്റി പറയുമ്പോഴേ 1983-84 വർഷത്തിലെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അത് നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചല്ലോ. ആ സമയത്ത് സാറിന്റെ കൂടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് ABT മാമനച്ഛനും ഇവർ രണ്ടും ഒരു ബെഞ്ചിൽ ഇരുന്ന് 3 വർഷം പഠിച്ചവരുമാണ്. ഈ ഒരു രീതിയിൽ സാറിനെ ഞങ്ങൾക്ക് പ്രഭാഷകനായി കിട്ടിയത് വലിയൊരു സന്തോഷവും ഉള്ള ഒരു കാര്യമാണ്. സാറ് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വരുവാനായിട്ട് കാണിച്ച താല്പര്യത്തിന് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സാറ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രബോധനം, നല്ലൊരു പ്രഭാഷണം, നല്ലൊരു ആശയ സംഗ്രത നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ കൂടി വന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് നാട്ടിൽ മഴ പെയ്തതിന്റെ വലിയൊരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയിച്ച് ഒരു 15 പേരെങ്കിലും കയറാൻ പറ്റാതിരിപ്പുണ്ട്. ആ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് ഉൾപ്പെടെ അനവധി പേര് കയറിയിട്ടില്ല. ഇന്റർനെറ്റിന്റെ പ്രശ്നം സാരമില്ല എങ്കിൽ പോലും 53 പേര് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയും കൂടുതൽ പേരെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഒരു വട്ടം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ലാലച്ചൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേൾക്കാം. ഈ മഴയുടെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാനും പേടിച്ചിരിക്കുകയായിരുന്നു. മഴ വന്ന് നമ്മുടെ ഈ സായാഹ്നം നശിപ്പിക്കുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് മതപരമോ വിശ്വാസപരമോ ആയ ഒരു വിഷയമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ശ്രീ വിൽസനോടും ഇങ്ങനെ ഒരു ബഹുമതിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, എന്നെ പരിചയപ്പെടുത്തിയതിന് എൻ്റെ പ്രിയ സുഹൃത്തും നമ്മുടെ തിരുവല്ല എന്നുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പു സാറും PD ജോർജ് സാറും എല്ലാം ചേർന്ന്. ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയതിന് എൻ്റെ പ്രിയ സുഹൃത്തായ അപ്പു സാറിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നവരാത്രിയുടെ സമയമാണ്. പല സംസ്ഥാനങ്ങളിലും ഒരു വർഷത്തിൻ്റെ അവസാനവും പുതിയൊരു വർഷത്തിൻ്റെ തുടക്കവും കുറിക്കുന്ന സമയം കൂടിയാണ്. വിഷു, ഗുഡിപ്പുടവ, ഉഗാദി,
ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സമയമാണ്. എല്ലാവർക്കും ഈ കാലഘട്ടത്തിൻ്റെ, ഈ സീസണിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരാഴ്ച കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, നമ്മെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നേക്കാൾ ശ്രേഷ്ഠരായ പല വ്യക്തികളും നമ്മളിപ്പോൾ ഈ കൂട്ടി എടുത്ത 55 പേരിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അവരെക്കായി ശ്രേഷ്ഠമായിട്ട് ഈ വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാൻ എനിക്കറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെയും അറിവിൻ്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ, വളരെ വിപുലമായൊരു വിഷയമായതുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ദി ലാർജസ്റ്റ് ഫങ്ഷനിങ് ഡെമോക്രസി എന്നാണ്. പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് നമുക്ക് പരിഭാവനമായി നൽകപ്പെട്ട ഒരു പുസ്തകത്തിലൂടെയാണ്. അതാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഓവർനൈറ്റ് മിറക്കിൾ. നമ്മൾ ഭരണഘടനയുടെ രൂപീകരണത്തിൻ്റെ, അതിൻ്റെ അംഗീകാരത്തിലേക്ക് വരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 389 അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റി 2 വർഷവും 11 മാസവും 18 ദിവസവും നിരന്തരമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വതന്ത്രവും നീതിയുക്തവും സമൂഹത്തിൻ്റെ മുമ്പിൽ അഭിമാനപരമായി നമുക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നതുമായ ഒരു ഭരണഘടന നമുക്ക് ലഭിച്ചത്. ഈ 389 അംഗങ്ങളെ 3 ടയറായി തിരിച്ചു. 3 പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള ആളുകളായിരുന്നു ഈ 383 പേർ. അവർ 13 കമ്മിറ്റികളായി തിരിഞ്ഞ് ആ കമ്മിറ്റികൾ നടത്തിയ നിരന്തരമായ ചർച്ചകളുടെയും വിശകലനങ്ങളുടെയും കൂട്ടിച്ചേർക്കലുകളുടെയും തിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകൃതമായത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ സെഷനിൽ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ 145 പ്രതിപക്ഷ എംപിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഭാഗധേയത്തിൽ നിർണായകമാകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്ന 4 or 5 ലെജിസ്ലേഷൻസ്, നിയമങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പാസാക്കിയ ചരിത്രം നമുക്കുണ്ട്. വളരെ ഖേദകരമായ ചരിത്രം. ദോശ ചുടുന്നത് പോലെ നിയമനിർമ്മാണം നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നീങ്ങുന്നു എന്നുള്ള ഖേദകരമായ ഒരു അവസരത്തിലാണ് പുതിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്. അപ്പോൾ 389 അംഗങ്ങൾ 165 ദിവസം കൂലങ്കഷമായി ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംഗതികളാണ് ഭരണഘടനയുടെ രൂപമായിട്ട് മാറിയത്. 389 പേരിൽ 292 പേർ പ്രോവിൻഷ്യൽ രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങളായിട്ടും 93 പേർ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള അംഗങ്ങളായിട്ടും 4 പേർ ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ, ഈ 4 സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ 389 പേർ. ഇവർ ചേർന്നാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. അതിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടന ഇനാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ പല പ്രാവശ്യം ഭരണഘടന ഭേദഗതി ചെയ്തു. അതിൽ കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും ഉണ്ടായി. ആദ്യത്തെ ഭരണഘടനയിൽ 1,45,000 വാക്കുകൾ
1,45,000 വാക്കുകളുള്ള ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ലിഖിതമായ ഭരണഘടനയിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. ഒന്നാമത്തെ ഭരണഘടന അലബാമ എന്ന് പറയുന്ന അമേരിക്കൻ സംസ്ഥാനത്തിന്റെ ഭരണഘടനയാണ് ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയായിട്ട് കരുതുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് 2ാം സ്ഥാനമാണ്. ഈ 1,45,000 വാക്കുകൾ വരുന്ന വിപുലമായ ഈ സംവിധാനത്തെ 3 പ്രാവശ്യം വായിച്ചു. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ആൻഡ് തേർഡ് റീഡിംഗ്. അതിലൊക്കെ രസകരമായിട്ടുള്ളത് അടിസ്ഥാന ടെക്സ്റ്റ് മുഴുവൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൈകൊണ്ട് എഴുതുകയായിരുന്നു. അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അത്ര വിപുലമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകൃതമായത്. അന്നത്തെ ഭരണഘടന രൂപീകൃതമായ കമ്മിറ്റികളിൽ നടത്തിയ പ്രസംഗങ്ങൾ 36 ലക്ഷം വാക്കുകൾ പ്രസംഗിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 36 ലക്ഷം വാക്കുകളിൽ ഒരുപക്ഷെ 50% പ്രസംഗിച്ചത് അംബേദ്കർ മാത്രമായിരിക്കാം. അദ്ദേഹം അതുപോലെ ഈ വിഷയങ്ങളിൽ പാകപാക്കാവുകയും ഭരണഘടനയ്ക്ക് ജീവനും ഓജസ്സും തേജസ്സും നൽകുവാൻ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും മൈനോറിറ്റീസ് എന്താണ് എന്ന് നിർവചിക്കുന്നില്ല. മൈനോറിറ്റീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും വാട്ട് ഈസ് ആക്ച്വലി മെൻ ബൈ മൈനോറിറ്റീസ്, എന്താണ് മൈനോറിറ്റീസിന്റെ ഡെഫിനിഷൻ? അങ്ങനെ ഒരു ഡെഫിനിഷൻ ഭരണഘടനയിൽ ഇല്ല. പക്ഷേ 4 തരത്തിലുള്ള മൈനോറിറ്റീസിനെ കുറിച്ച് ഭരണഘടന പറയുന്നു. റിലീജിയസ് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൾച്ചറൽ മൈനോറിറ്റീസ്, മൈനോറിറ്റീസ് പൊസസിങ് എ സ്ക്രിപ്റ്റ് ഓഫ് ദെയർ ഓൺ. ഇനി 4 ഇനം മൈനോറിറ്റീസ് ഉണ്ട്. അതിലൊന്ന് മതപരമായ ന്യൂനപക്ഷങ്ങൾ, ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ, സാംസ്കാരികമായ ന്യൂനപക്ഷങ്ങൾ. ഈ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രത്യേകമായ ചില അവകാശങ്ങൾ നൽകുവാൻ ഭരണഘടനയുടെ 29-30 അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് 29 and 30 ഭരണഘടനയിൽ പ്രത്യേകമായി എഴുതി ചേർക്കുകയുണ്ടായി. ആ അവകാശങ്ങളെ, ഈ മൈനോറിറ്റി റൈറ്റ്സിനെ മൊത്തത്തിൽ 2 ഹെഡിങ്ങിലാണ് നമ്മൾ പറയുന്നത്. ദേ ആർ ബ്രോഡ്ലി പ്ലേസ്ഡ് അണ്ടർ കോമൺ ഡൊമൈൻ ആൻഡ് സെപ്പറേറ്റ് ഡൊമൈൻ. ഈ കോമൺ ഡൊമൈൻ എന്ന് പറയുന്നത് 14-ാം അനുച്ഛേദം മുതൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള എല്ലാ അവകാശങ്ങളും, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന പ്രത്യേകമായ ഷെഡ്യൂളും ചേർന്നുള്ള അവകാശങ്ങളാണ് കോമൺ ഡൊമൈൻ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഡൊമൈൻ എന്ന് പറയുന്നതിനകത്ത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ എന്ന നിലയിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഒന്ന്, റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, സ്വന്തം ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുവാനുള്ള അവകാശം. 2, റൈറ്റ് ടു മാനേജ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൈനോറിറ്റികളുടെ സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശം. 3, പ്രൊവൈഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ in an institution which is managed and aided by minority communities. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ ഉടമസ്ഥതയിലും അവരുടെ പണം കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ മതപരമായ പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ നടത്തുവാനുള്ള അവകാശം. ഈ 3 അവകാശങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ 10-14 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ കാണുന്നത് ഈ അവകാശങ്ങളാണ്. ഒന്ന്, റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, നമ്മുടെ ഭാഷയും സംസ്കാരവും നിലനിർത്താനുള്ള അവകാശം. ഈ ഭാഷയും സംസ്കാരവും നിലനിർത്താനുള്ള അവകാശത്തിൽ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഏത് ഭാഷ സംസാരിക്കണം, ഇതിനെല്ലാമുള്ള അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾക്ക് നേരെ ഇന്ന് ചോദ്യചിഹ്നങ്ങൾ വരികയാണ്. 2, മൈനോറിറ്റി സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള അവകാശം. ആ അവകാശങ്ങൾക്ക് നേരെ ഇന്ന് ചോദ്യങ്ങൾ വരികയാണ്. 3, മതപരമായ പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ സ്ഥാപനങ്ങളിലൂടെ നടത്തുവാനുള്ള അവകാശം.
അപ്പോൾ ഈ മൈനോറിറ്റീസ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ. അതിൽ പാഴ്സികൾ എന്ന് പറയുന്നത് മിനിസ്ക്യൂൾ മൈനോറിറ്റിയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള സൊറാസ്ട്രിയൻ മതം, ഇറാനിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള സൊറാസ്ട്രിയൻ മതത്തിൽ വിശ്വസിക്കുന്ന അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പാഴ്സികൾ എന്ന് പറയുന്നത്. അവർ വളരെ റിച്ചാണ്. ടാറ്റയും ഒക്കെ ആ സമൂഹത്തിൽ പെടുന്നവരാണ്. അവര് വളരെ എണ്ണത്തിൽ വളരെ ചുരുങ്ങിയ നമ്പർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 5 കമ്മ്യൂണിറ്റിയാണ് നമ്മൾ മുഖ്യമായിട്ടും മൈനോറിറ്റീസ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഈ എല്ലാ സമൂഹങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളായതിനാൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കാര്യങ്ങളല്ല പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയില് നമ്മൾ കഴിഞ്ഞ 77 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയതയെക്കുറിച്ച് വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റമുണ്ടായ വർഷമാണ് കഴിഞ്ഞ 10 വർഷം. എന്താണ് ദേശീയത? ദേശീയത ഇന്ത്യയിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായി മാത്രം മാറാതെ ദേശീയതയ്ക്ക് ചില നിർവചനങ്ങളും ചില പ്രത്യേക ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ട് ദേശീയതയിൽ സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിൽ നമ്മളും അവരും, വി ആൻഡ് ദം എന്നുള്ള ഒരു ഡിവിഷൻ ഉണ്ടായ കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മളും അവരും ഉണ്ടായി. ഈ അവരെന്ന് പറയുന്നത് പ്രധാനമായും ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കും അവരുടെ അവകാശങ്ങളിലേക്കും പ്രധാനമായിട്ട് ക്രാക്ക് ഡൗൺ ഓൺ സിവിൽ ലിബർട്ടീസ് സച്ച് ആസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അസംബ്ലി ആൻഡ് റിലിജിയൻ, പ്രധാനപ്പെട്ട ചില അവകാശങ്ങൾ. നമുക്ക് പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ പൊതുകാര്യങ്ങളെക്കുറിച്ച് പറയുവാനുള്ള അവകാശം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ പേര് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് മച്ചാട് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം പറയുന്ന കാര്യമാണ്, തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്നെ എല്ലായിടത്തും റെക്കോർഡ് ചെയ്യുകയാണ്, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ഭയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം വളരെ രൂക്ഷമായ രീതിയിൽ ഇടത്തും വലത്തും നോക്കാതെ ഒന്നും പറയാൻ വയ്യാത്ത ഒരു സാഹചര്യം സമൂഹത്തിൽ സംജാതമായിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഭീമാ കോറിഗൺ എന്ന് പറയുന്ന ഒരു കേസ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റെയിൻ സ്വാമിയൊക്കെ അറസ്റ്റ് ചെയ്ത ആ കേസിലാണ്. ആ കേസിനകത്ത് അവരുടെ ഡിവൈസുകളിൽ വിദേശത്തു നിന്നുള്ള പെഗാസസ് പോലുള്ള ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അവരുടെ ഡിവൈസുകൾക്കകത്ത് അനാവശ്യ സാധനങ്ങൾ കുത്തി നിറച്ചിട്ട് അതിൻ്റെ ബലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഭയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം സമൂഹത്തിൽ മൊത്തം സംജാതമായിരിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതല്ല, ഭയം എല്ലാ മേഖലകളെയും, സമസ്ത മേഖലകളെയും ഭയം ബാധിച്ചിരിക്കുന്നു. ആ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഭയത്തെ അതിജീവിക്കുവാൻ നമുക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. അടുത്ത വർഷം 2025 എന്ന് പറയുന്ന വർഷത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായി കണക്കാക്കേണ്ട സാഹചര്യമുണ്ട്. 1925 നവദേശീയതയുടെ ഭാഗമായി RSS രൂപീകൃതമായതിൻ്റെ 100ാം വർഷമാണ് 2025. RSSന്റെ 100 വർഷത്തെ പ്രവർത്തനത്തിന്റെ കൾമിനേഷനാണ്. It's going to be a century of service or whatever it is done by RSS. Centenary celebrations 2025 നടക്കുമ്പോൾ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കേന്ദ്ര ഭരണകൂടം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഭരണത്തിലെ പ്രധാന തീരുമാനങ്ങൾ മുഴുവൻ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നാഗ്പൂരിൽ നിന്നും എടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ 2025 ഭയത്തോടുകൂടി മാത്രമേ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സമീപിക്കുവാൻ കഴിയുകയുള്ളൂ.
കാരണം നിങ്ങൾക്കറിയാം, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് കർണാടകത്തിലെ ഏതോ ഒരു ചെറിയ ഫ്രഞ്ച് എലമെന്റ്, ചെറിയൊരു ഗ്രൂപ്പ് നിർദ്ദേശിച്ചതിന്റെ പേരിൽ ഒറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാനമാണ് ഡിമോണിറ്റൈസേഷൻ. നോട്ടുകൾ പിൻവലിക്കുവാനുള്ള തീരുമാനം. അതുപോലെ ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയെ മൊത്തം പൊളിച്ചെഴുതുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോകുമോ എന്നുള്ള ഭയം എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് ചില പശ്ചാത്തലങ്ങൾ പറയാം. 1925 മുതൽ 2025 വരെ 100 years ഓഫ് RSS രൂപീകൃതമായ 925 ശേഷം 1964 വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയും, പിന്നീട് ബജ്രംഗ് ദൾ എന്ന് പറയുന്ന മൂന്നാമതൊരു സംഘടനയും രൂപീകൃതമായി. RSSൽ മാത്രം ഇന്ത്യയിൽ ഇന്ന് 60 ലക്ഷം അംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ്വർക്കിന് എത്രത്തോളം ബലമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. 60 ലക്ഷം അംഗങ്ങളുള്ള RSSന്റെ 100ാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ജനാധിപത്യം എവിടെ പോയി നിൽക്കും എന്നുള്ള ചോദ്യം നമ്മുടെ എല്ലാം മുമ്പിൽ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ന്യൂനപക്ഷത്തിൻ്റെ ചിന്താഗതിക്കൊപ്പം നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിലും, ജനാധിപത്യ വിശ്വാസികൾ നിലവിൽ ചിന്തിക്കുകയാണെങ്കിലും, ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക്കായി നിലനിൽക്കണമെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ മുൻപിൽ ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു വലിയ വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്ന ഈ 3 എണ്ണം, അതിൽ RSSനെ രൂപീകരിച്ചത് ഹെഡ്ഗവാർ എന്ന വ്യക്തിയും, ഹിന്ദു മഹാസഭ എന്ന മറ്റൊരു പ്രസ്ഥാനത്തെ രൂപീകരിച്ചത് അത് അതിൻ്റെ പൊളിറ്റിക്കൽ വിങ് ആണ്, VD സവർക്കർ എന്ന വ്യക്തിയും. അവര് 1940കളിൽ ഗോൾവർക്കർ എന്ന ഒരു വ്യക്തിയോട് കൂടി ചേർന്ന് ഫാഷിസത്തിൻ്റെയും നാഷിസത്തിൻ്റെയും വലിയ ഭക്തന്മാരായിട്ട് മാറി. അന്ന് ഇറ്റലിയിലും ജർമ്മനിയിലും നടമാടിയിരുന്ന എത്നിക് ക്ലെൻസിങ് ഉൾപ്പെടെയുള്ള ജനസൈഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ മുഴുവൻ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമായി RSS മാറി. 1940കളിൽ RSSന്റെ നേതൃത്വത്തിൽ ഗോൾവർക്കർ നടത്തിയ ഒരു പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. To keep up the purity of the nation and its culture, Germany shocked the world by her purging the country of the Semitic races, the Jews. RSS in conflict with Congress because of its secular nature. From 1947 until 50 years. അതാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്. 1940കളിൽ ജർമ്മനിയിൽ നടന്ന ജനസൈഡിനെ ഏറ്റവും അധികം ശ്ലാഘിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു പക്ഷം RSS ആയിരുന്നു. 1947 മുതൽ 50 വർഷക്കാലം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ അംഗീകരിക്കുവാനോ RSS തയ്യാറായിരുന്നില്ല. കാരണം അതിൽ പച്ച നിറം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പച്ച മുസ്ലിമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് RSS അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം നാളെ എന്ത് പ്രവർത്തിക്കുമെന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. വീണ്ടും RSSന്റെ മറ്റൊരു കോട്ട് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ പറയുന്നത്, ദി വേർഡ്സ് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ denote a religious phenomenon, while the word Hindu is synonymous with the nation. ഹിന്ദു എന്ന് പറയുന്നത് ദേശീയതയുടെ ഒരു പര്യായമായി മാറുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം എന്നീ വാക്കുകളൊക്കെ മതങ്ങളുടെ ചിഹ്നങ്ങളാണ് എന്നാണ് RSSന്റെ നിലപാട്. ഇതൊന്നും ദേശീയതയുടെ ചിഹ്നങ്ങളല്ല. അതുകൊണ്ട് ഈ സംഘപരിവാർ സംഘടനകൾ, അതിൻ്റെ കൂടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന് രൂപീകൃതമായത് ഗോൾവർക്കറും ആപ്തയും സ്വാമി ചിന്മയാനന്ദനും ചേർന്നാണ്. ആപ്തയുടെ ഒരു വാചകം കൂടി ഞാൻ കോട്ട് ചെയ്യാം, കാരണം ഇതിൻ്റെ ഗ്രാവിറ്റി, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. ദി വേൾഡ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ക്രിസ്ത്യൻ, ഇസ്ലാമിക് ആൻഡ് കമ്മ്യൂണിസ്റ്റ്, and all three consider Hindu society
as a very fine, rich food on which to feast and fatten themselves. ഒന്നുകൂടെ ഞാൻ വായിക്കാം. The world has been divided into Christian, Islamic and communist. ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്ക് ക്രിസ്ത്യൻ ആണ്, ഇസ്ലാം അല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യൻ, കാരണം ലോകരാജ്യങ്ങളിൽ നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലായതുകൊണ്ട് ക്രിസ്ത്യൻ, ഇസ്ലാമിക് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. ആൻഡ് ഓൾ ത്രീ കൺസിഡർ ഹിന്ദു സൊസൈറ്റി. ആണ് ഭയത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അരക്ഷിതത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ മൂന്നും കരുതുന്നത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് വെരി ഫൈൻ റിച്ച് ഫുഡ് ഓൺ വിച്ച് ടു ഫീസ്റ്റ്. എന്താ പറയുന്നത്? സദ്യ കഴിക്കാനുള്ള ഏറ്റവും രസകരമായ രുചികരമായ ഭക്ഷണവും തടിച്ചു കൊഴുക്കാനുള്ള ആയുധവുമായി ഹിന്ദു സൊസൈറ്റിയെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും കാണുന്നു എന്നാണ് ആപ്തെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് therefore necessary in this age of competition and conflict to think of and organize the Hindu world to save itself from the evil eyes of all the three. ഈ മൂന്ന് പ്രസ്ഥാനങ്ങളുടെയും ദുഷ്ട കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഹിന്ദു സമൂഹം ജാഗരൂകരാകണം എന്നാണ് നമ്മുടെ സുഹൃത്തുക്കളായ RSSകാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, 1990കളിൽ ഞാൻ ഈ വിജിൽ ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ RSSും ക്രിസ്ത്യൻസും തമ്മിലുള്ള ഒരു ഡയലോഗ് നടന്നു. അന്നൊക്കെ വളരെ തീവ്രമായ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ ക്രിസ്ത്യൻ ലീഡേഴ്സ് അതിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്. പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി. AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നും നമ്മളൊക്കെ ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ സമൂഹം വന്നു. 14-ഓ 15-ഓ നൂറ്റാണ്ടിൽ, in the 14th century or 15th century, Islam has come to the India. അപ്പോൾ 14-ഓ 15-ഓ സെഞ്ചുറി ആയപ്പോൾ ഇസ്ലാം വന്നു. സോ ഡൗൺ ദി ലൈൻ നമ്മൾ പുറകോട്ട് നോക്കി ചിന്തിച്ചാൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ സംവെയർ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ കോമൺ ആൻസസ്ട്രി. അതായത് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനി ആയത് ഷീമയിൽ നിന്ന് വന്ന ആളുകളല്ല ഇവിടെ ക്രിസ്ത്യാനി ആയത്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ മണ്ണിന്റെ മക്കളാണ് ക്രിസ്ത്യാനി ആയത്. അതുപോലെ 14-ഓ 15-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളായവർ ഈ മണ്ണിന്റെ മക്കളായിരുന്നു, ഇവിടെ തന്നെ ജനിച്ചു വളർന്നു. അപ്പോൾ പുറകോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരപ്പനും അമ്മയ്ക്കും പൂർവികർക്കുണ്ടായ മക്കളാണ് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയി മാറിയതെന്ന് വ്യക്തമാക്കുവാൻ അതിബുദ്ധിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇഫ് വി അക്സെപ്റ്റ് ദാറ്റ് ദർ ഇസ് എ കോമൺ ആൻസസ്ട്രി, ഞങ്ങൾ അന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് അന്നത്തെ ഡയലോഗിനിടയിൽ. ഇഫ് വി അക്സെപ്റ്റ് ദാറ്റ് ദർ വാസ് എ കോമൺ ആൻസസ്ട്രി, then why we are fighting? നമുക്കൊരു കോമൺ ആൻസസ്ട്രി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ദാറ്റ് കോമൺ ആൻസസ്ട്രി ഈസ് ഡേറ്റിംഗ് ബാക്ക് ടു ദി ഫസ്റ്റ് സെഞ്ചുറി. 1-ാം നൂറ്റാണ്ടിൽ ഈ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ ക്രിസ്ത്യാനിയായി മാറിയത്, 14-ാം നൂറ്റാണ്ടിൽ ഈ നാട്ടിലുണ്ടായിരുന്ന കുറെ പേർ മുസ്ലിമായി മാറിയത്, വിശ്വാസത്തിൽ മാത്രം മാറ്റം വരുന്ന വ്യക്തികൾ. Then there was a common ancestry. If there was a common ancestry, then why you are fighting? നിങ്ങൾ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു? എന്തിന്റെ പേരിൽ കോമൺ ആൻസസ്ട്രി ഉള്ള രാജ്യത്ത് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായി എങ്കിൽ പോലും ആ ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള മറുപടിയും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2014 ശ്രീ മോഡിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും and that has begun an era of neo-liberal chauvinism. ലിബറൽ ആണെന്ന് പുറത്തു കാണിക്കുകയും അതിന്റെ പിന്നിൽ നടക്കുന്ന ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം വരികയും RSSന് പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുകയും ചെയ്ത ഒരു ഭരണ സംവിധാനം 2014 മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. ഓപ്പൺ സപ്പോർട്ട് ഫോർ RSS, കൺവേർഷൻ ഓഫ് മോസ്ക് ടു ടെമ്പിൾസ്, റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി,
സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊന്നും ഇലാബറേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ആ 2014 മുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ക്യാപ്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു കാലത്ത് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും സ്ഥാപനങ്ങളിലുമെല്ലാം അഗ്രഗണ്യന്മാരായ ആളുകളെ നിയമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിട്ട് ഏറ്റവും അയോഗ്യരായ വ്യക്തികളെ നിയമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റികളും UGCയിൽ ചെയർമാനും വേറൊരു മെമ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിലാണ് 3 പേരെ പെട്ടെന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ക്യാപ്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്ട്രക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ലെജിസ്ലേറ്റീവ് പെർസിക്യൂഷൻ. പുതിയ നിയമങ്ങൾ വരുന്നു. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NPR, CAA, എന്തിനാണ് ഇത് വരുന്നത്? ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ്? പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ഫാഷിസ്റ്റ് ചിന്താഗതികൾ ശക്തിപ്പെടുത്തുന്നു. മാനിഫെസ്റ്റേഷൻ ഓഫ് ഫിയർ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും ഭയത്തിൻ്റെതായ ഒരു അന്തരീക്ഷം. ലവ് ജിഹാദ്, ട്രിപ്പിൾ തലാഖ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ, പുരോഹിതന്മാരായ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോകൾ കാണാനിടയായി. അതിലൊക്കെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിഷയം കൂലങ്കഷമായി ചിന്തിച്ച് അതിനെ വിശകലനം ചെയ്താൽ ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം വിവാഹങ്ങളിൽ 0.76 മാത്രമാണ്, 0.25% മാത്രമാണ് ഇന്റർകാസ്റ്റ് മാരേജുകൾ. ഈ ഇന്റർകാസ്റ്റ് മാരേജുകളെയാണ് ലവ് ജിഹാദ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും ഭിന്നിപ്പിക്കുവാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ. ഈ ശ്രമങ്ങൾക്ക് നേരെ നാം മുഖം തിരിച്ച് നിൽക്കുകയും ഇതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മുഴുവൻ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇടയിൽ കൂടി ജയിച്ചു കയറുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇല്ലാതെ പോയാൽ എവിടെ പോയി നിൽക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. 0.25% മാത്രം നടക്കുന്ന ഇന്റർകാസ്റ്റ് മാരേജുകളുടെ പുറകിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട് 2 ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് എന്ന BJPയുടെയും RSSന്റെയും പോസ്റ്റർ ബോയ്, ഒരുപക്ഷെ മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകുമെന്ന് RSSകാർ പറഞ്ഞു കിടക്കുന്ന ആള്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. I want those who conceal identity and play with our sisters' respect. സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ സഹോദരിമാരുടെ മാനത്തോട് കളിക്കുന്ന വ്യക്തികളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. Don't mend your ways. Your Ram Nam Satyahe journey will begin. നിങ്ങൾ നിങ്ങളുടെ വഴികൾ മാറ്റുന്നില്ലെങ്കിൽ രാം നാം സത്യഹേ ജേണി എന്ന് പറയുന്നത് ഹിന്ദു ആചാരം അനുസരിച്ച് ശവങ്ങൾ കൊണ്ടുപോകുമ്പോൾ പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. രാമന്റെ നാമം സത്യമാണ്. നിങ്ങളുടെ ആ ജേർണി ഇപ്പോൾ തന്നെ തുടങ്ങും. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ്. 2014 മുതൽ നമ്മൾ കേൾക്കുന്ന ഡിസ്കോഴ്സുകൾ മുഴുവൻ നമ്മുടെ സമൂഹത്തിൻ്റെ ആന്തരികമായ പ്രചോദനങ്ങളെ, ആന്തരികമായ ത്വരകളെയൊക്കെ ഉത്തേജിപ്പിച്ചിരുന്ന മാന്യമായ സംസ്കാരചിത്തമായ ഒരു ഡിസ്കോഴ്സ് മാറിയിട്ട് ഇത്തരം പ്രയോഗങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ന്യൂനപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വരാം. 2011 സെൻസസ് അനുസരിച്ച് 13.4% മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അവർ മനസ്സ് വെച്ചാൽ 73 മുതൽ 87 സീറ്റുകൾ വരെ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള മുസ്ലിം MPമാരെ തിരഞ്ഞെടുക്കുവാൻ മുസ്ലിങ്ങൾക്ക് മാത്രം കഴിയും. 46 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ 30%-ലധികം മുസ്ലിങ്ങളുണ്ട്. പാട്ടും പാടി ജയിക്കത്തക്ക രീതിയിൽ അവർക്ക് മുസ്ലിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പറ്റും. എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മുസ്ലിം MPമാരുണ്ടായിരുന്ന വർഷം
ഏഴാമത് ലോക്സഭയാണ് 1980. 1980-ൽ 1977-ൽ ജനതാ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 1980-ൽ 49 മുസ്ലിം MP-മാർ തെരഞ്ഞെടുക്കപ്പെട്ടു. അതാണ് ഹയസ്റ്റ് നമ്പർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള സംസ്ഥാനം ജമ്മു കാശ്മീർ ആണ്, 66.97. അത് കഴിഞ്ഞാൽ ആസമാണ്. അസമിൽ 30.9. 15ാമത് ലോക്സഭയിൽ 2009-ൽ 30 മുസ്ലിം MP-മാരുണ്ടായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 7ാമത് ലോക്സഭയിൽ 1980-ൽ 49 പേരുണ്ടായിരുന്നു. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, 2014 ആയപ്പോൾ 80 സീറ്റുകളുള്ള UP-യിൽ നിന്ന് 10-30 സീറ്റുകളിൽ വരെ മുസ്ലിങ്ങൾക്ക് വിജയിക്കാവുന്ന UP സംസ്ഥാനത്ത് നിന്ന് ഒരു മുസ്ലിമിന് പോലും വിജയിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. 87 സീറ്റുകളിൽ മുസ്ലിങ്ങൾക്കും ഏകദേശം 10-15 സീറ്റുകളിൽ 13 സീറ്റുകൾ പഞ്ചാബിലുണ്ട്. ബാക്കി ചില സ്ഥലങ്ങളിൽ UP, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ സിഖുകാരുണ്ട്. ഇവർക്ക് വിജയിപ്പിക്കാവുന്ന ചില സീറ്റുകൾ. ആകമാനം എടുത്താൽ 120 മുതൽ 130 സീറ്റുകൾ വരെ ദേശീയ തെരഞ്ഞെടുപ്പിൽ സ്ട്രാറ്റജിക്കായിട്ട് തന്ത്രപരമായി വോട്ട് ചെയ്താൽ ന്യൂനപക്ഷങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അതിനെ വിനിയോഗിക്കുവാനോ ഉപയോഗിക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഇനിയും 2.3% മാത്രമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമങ്ങൾ കൂടെ ഇതിനിടയിൽ സൂചിപ്പിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2024-ൽ മാത്രം, അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന നൽകിയിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 2024 ഇന്ന് വരെയുള്ള ഈ തീയതി വരെയുള്ള ഏപ്രിൽ വരെയുള്ള സമയത്തിന്റെ മാർച്ച് വരെയുള്ള ആ ഭാഗത്ത് മാത്രം 150-ലധികം ആക്രമണങ്ങൾ ക്രിസ്ത്യൻ സമൂഹം നേരിട്ട് കഴിഞ്ഞു. ഈ ചെറിയ ഒരു കാലഘട്ടത്തിൽ മാത്രം. 2023 ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമായി കണക്കാക്കണം. 600 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ യാതൊരു വിധമായ പ്രകോപനവുമില്ലാതെ 2023-ൽ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ. ഈ 2024-ൽ സംഭവിച്ചത് ജനുവരി മാസത്തിൽ 70, ഫെബ്രുവരി മാസത്തിൽ 62, മാർച്ചിന്റെ 15 ദിവസം മാത്രം 29. അങ്ങനെ 2.5 മാസത്തിനിടയിൽ 161 സംഭവങ്ങൾ. മണിപ്പൂരിൽ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. മണിപ്പൂരിനെ, സംഭവങ്ങളെ നിശിതമായി വിമർശിക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സഭ മാർത്തോമ സഭയാണെന്ന് അങ്ങേയറ്റ അഭിമാനത്തോടുകൂടി അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നിലധികം തവണ അഭിവന്ദ്യ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ശക്തമായ ഭാഷയിൽ ഒരു സഭയുടെ തലവൻ ഇതിൽ പരം നേരിട്ട് അപലപിക്കുവാൻ ഇനി ബാക്കിയില്ലാത്ത രീതിയിൽ മാർത്തോമ സഭ മാത്രം ഈ സംഭവത്തെ ഒന്നിലധികം തവണ ശക്തമായി എല്ലാ വേദികളിലും വെച്ച് അപലപിച്ചു. അതിൽ മാർത്തോമ സഭയ്ക്ക് അഭിമാനിക്കുവാനുള്ള അവസരമുണ്ട്. മറ്റുള്ളവരൊക്കെ മോഡി അങ്ങോട്ട് നോക്കും, മോഡി ഇങ്ങോട്ട് നോക്കി, മോഡിയുടെ കാപ്പി കുടിക്കാനും ചിരിക്കുവാനും അദ്ദേഹത്തോട് ലോഹ്യം കൂടാനും ഒക്കെ പോകുമ്പോൾ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം മാർത്തോമ സഭ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സഭയിലും, ആ സഭ കേരളത്തിന്റെ ഭാഗമായതുകൊണ്ട് ഈ കേരളത്തിൽ തിരുവല്ലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു കാര്യം മുഖത്ത് നോക്കി പറയുവാൻ എൻ്റെ നാട്ടിൽ ഒരു വ്യക്തി ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന നിമിഷമാണെന്ന് ഈ അവസരത്തിൽ നാം ഓരോരുത്തരും ഓർക്കണം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻസിനെതിരെയുള്ള ആക്രമണങ്ങൾ. ഛത്തീസ്ഗഡിൽ നടക്കുന്നത് വെള്ളം കോരാനുള്ള അവകാശം തടയുന്നു, കുഴിച്ചിടാനുള്ള അവകാശം തടയുന്നു, മരിച്ചു കഴിയുമ്പോൾ ബോഡി എടുത്തുകൊണ്ട് പോയി ക്രിമേറ്റ് ചെയ്യുന്ന, ഞങ്ങൾ ദഹിപ്പിക്കും എന്ന് പറഞ്ഞ് അത് തടയുവാനുള്ള നടപടികൾ ഛത്തീസ്ഗഡിൽ നടക്കുന്നു. ഉത്തർപ്രദേശിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ഹറാസ്മെന്റ് ഓഫ് ക്രിസ്ത്യൻസ്, ഒരു കാരണവും പറയാതെ 2024-ന്റെ ആദ്യത്തെ 75 ദിവസം മാത്രം
122 ക്രിസ്ത്യാനികളെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. ചിന്താപരമായി നമ്മൾ ഉയർന്നു നിന്നുകൊണ്ട് സ്ട്രാറ്റജിക്കായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട അവസരം, ആ അവസരത്തെ വിനിയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ന്യൂനപക്ഷ അവകാശങ്ങളും ഈ ദേശീയ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ഈ കമ്പാരിസൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കോൺവെന്റ് സ്കൂളുകളെക്കുറിച്ച് ഒരു സർക്കുലർ, അങ്ങേയറ്റം ഭീതി പരത്തുന്ന സർക്കുലർ, 13 പേജുള്ള ഗൈഡ് ലൈൻസ് ആണ്. കോൺവെന്റ് സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്. ആ സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ കാലികമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ഇറക്കിയിരിക്കുന്ന സർക്കുലർ, ആ സർക്കുലറിൽ പറയുന്നു, ഇനി തൊട്ട് നമ്മുടെ സ്കൂളുകളിൽ ഒരിടത്തും മതപഠനം പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 30-ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച് 3 അവകാശങ്ങൾ, 29-ഉം 30-ഉം ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശം. ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ മതത്തെ പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടന തന്നിട്ടുണ്ട്. ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശത്തെ ബഹുമാനിക്കുവാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറല്ലാത്തതുകൊണ്ട് ആ അവകാശം വിനിയോഗിക്കുന്നതിൽ വിവേചനം കാണിക്കണമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നോർക്കണം, കത്തോലിക്ക സ്ഥാപനങ്ങൾ 14,000 സ്കൂളുകൾ നടത്തുന്നു. കത്തോലിക്ക സഭ 650 കോളേജുകൾ നടത്തുന്നു, 7 യൂണിവേഴ്സിറ്റികൾ നടത്തുന്നു, 5 ടീച്ചിങ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജുകൾ നടത്തുന്നു, 450 വൊക്കേഷണൽ ട്രെയിനിങ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഏകദേശം 20,000 സ്ഥാപനങ്ങൾ. മറ്റുള്ള സഭകൾ, ക്രിസ്ത്യൻ വ്യക്തികളും ഗ്രൂപ്പുകളും ചേർന്ന് 30,000 സ്ഥാപനങ്ങൾ നടത്തുന്നു. അങ്ങനെ 50,000 സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഭയാനകമായ സാഹചര്യം. 80,000 സ്ഥാപനങ്ങൾ എങ്ങനെ നിലനിൽക്കും? ഈ സ്ഥാപനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? അപ്പോൾ നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, ആർട്ടിക്കിൾ 30-ൽ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ടു റൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് to nurture their core values including faith for future generations, ഇതെല്ലാം എവിടെ പോയി നിൽക്കും? ഭരണഘടനയുടെ 29-ഉം 30-ഉം ഇല്ലാതായാൽ ന്യൂനപക്ഷ അവകാശങ്ങൾ പിന്നീട് ഉണ്ടാവുകയില്ല. നമ്മുടെ സഭയും നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും നമ്മുടെ വിശ്വാസാചാരങ്ങളും സംരക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെ പോയി നമ്മൾ നിൽക്കും? ബിഷപ്പ് കോൺഫറൻസിന്റെ സർക്കുലർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇനി തൊട്ട് സ്കൂളുകളിൽ ഭരണഘടനയുടെ പ്രിയാമ്പിള് മാത്രം പ്രയറിന് വായിച്ചാൽ മതി, അല്ലാതെ പ്രയർ ഒന്നും വേണ്ട. നല്ല കാര്യം, ഭരണഘടന വായിക്കട്ടെ. ജനങ്ങളെല്ലാം ഭരണഘടനയുടെ പ്രിയാമ്പിള് വായിച്ച് അവരെല്ലാവരും ഉത്തേജിതരാകട്ടെ, അതിന് നമുക്കെതിരില്ല. പക്ഷേ അതോടൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടന എവിടെ പോയി നിൽക്കും? ഭരണഘടന പോയി നിൽക്കുന്നത് അങ്ങേയറ്റത്തെ പതനത്തിലാണെങ്കിൽ, ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ, ഭരണഘടന തകർക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കണം. 50,000 സ്ഥാപനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതേപോലെ തന്നെ സ്ഥാപനങ്ങൾ സിഖ് സമൂഹവും മുസ്ലിങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സമൂഹത്തിലെ അവർക്കെല്ലാം ഈ പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇതിൽ കൂടുതലാണ് ഫേറ പോലുള്ള വിദേശത്ത് നിന്ന് സംഭാവനകൾ വാങ്ങിക്കുവാനുള്ള അവകാശത്തെ ഹനിക്കുന്ന മറ്റു ചില നിയമങ്ങൾ. ആ നിയമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പീഡനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ
പുതിയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് ഒരു പ്രത്യേക കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ദർ ഷുഡ് ബി സെപ്പറേറ്റ് ഇന്റർ റിലീജിയസ് പ്രയർ റൂം ഓൺ സ്കൂൾ പ്രെമിസസ്. എല്ലാ സ്കൂളിലെ കോമ്പൗണ്ടുകളിലും ഇന്റർ റിലീജിയസ് പ്രയർ റൂമുകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ CBCI സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ചാപ്പലുകളോ പള്ളികളോ ഉള്ള സ്കൂളുകളാണെങ്കിൽ പോലും മറ്റു കുട്ടികൾക്ക് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായിട്ടുള്ള ഒരു സ്കൂൾ വേണം. ആ കൂട്ടത്തിൽ ക്രിസ്ത്യൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ വിദ്യാഭ്യാസ നയം NEP ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ സ്കൂളുകളിലെല്ലാം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികളെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് വെക്കണമെന്നുള്ള ദുരൂഹ നിർദ്ദേശം ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതോടൊപ്പം പുതിയതായി അനുവദിക്കുന്ന സൈനിക് സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും RSSനും അവരുടെ പോഷക സംഘടനകൾക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലുണ്ടായ മറ്റൊരു സംഭവം, അതും ഏപ്രിൽ മാസത്തിൽ നടന്നതാണ്. അസമില് ഒരു സംഘടന, ആ സംഘടനയുടെ പേര് കുടുംബ സുരക്ഷ പരിഷത്ത്, അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു അൾട്ടിമേറ്റം തരികയാണ്, 15 ദിവസത്തിനകത്ത് ജീസസിൻ്റെയും മേരിയുടെയും ഫോട്ടോയും ഐഡൽസ് മുഴുവൻ, അതുപോലെ സ്കൂൾ കോമ്പൗണ്ടിലൊക്കെയുള്ള, കോളേജ് കോമ്പൗണ്ടിലൊക്കെയുള്ള പള്ളികളും 15 ദിവസത്തിനകത്തു നിന്ന് ഇവിടുന്ന് എടുത്തു മാറ്റിക്കോണം, അല്ലെങ്കിൽ ഞങ്ങളിതെല്ലാം തല്ലിപ്പൊളിച്ചു കളയും. അതിൻ്റെ കൂടെ എല്ലാവിധമായ ക്രിസ്ത്യൻ സിംബലുകളും കുരിശുൾപ്പെടെയുള്ള എല്ലാ സിംബലുകളും എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ ഒരു സംഘടന ആവശ്യപ്പെട്ടു, എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളുടെയും ഗേറ്റിൽ ഗോഡസ് സരസ്വതിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കണം, അല്ലെങ്കിൽ സ്കൂൾ നടത്താൻ സമ്മതിക്കുകയില്ല. ഫ്രിഞ്ച് എലമെന്റ്സ് മെയിൻ സ്ട്രീമിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എവിടെ പോയി നിൽക്കുന്നു? ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ ഇന്നലെ ചില പത്രമാധ്യമങ്ങളിൽ, നിഷ്പക്ഷ മാധ്യമങ്ങളിൽ വായിച്ചത്, അസമിലെ ക്രിസ്ത്യൻ സമൂഹം മിഷണറീസിനോടും കന്യാസ്ത്രീകളോടും ഒരു കാരണവശാലും അവരുടെ തിരുവസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ്. അച്ഛന്മാർ കുപ്പായം ഇടാൻ പാടില്ല, കന്യാസ്ത്രീകൾ കുപ്പായം ഇടാൻ പാടില്ല, ശിരോവസ്ത്രം ഇടാൻ പാടില്ല, ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലാതെ പുറത്തിറങ്ങണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. സംഘപരിവാർ പറയുന്നത് ദിസ് ഈസ് ഫോർ പ്രിവെന്റിങ് ക്രിസ്ത്യൻ മിഷണറീസ് ഫ്രം യൂസിങ് സ്കൂൾ ഫോർ കൺവേർഷൻ. സ്കൂളുകൾ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം. 150 വർഷങ്ങളായി ഇന്ത്യയിലെ മിഷണറി സമൂഹം നടത്തുന്ന സ്കൂളുകൾ മുഴുവൻ കൺവേർഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ 2/3 ഭാഗം ഇപ്പോൾ ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ നമ്മുടെ സമൂഹം ചുരുങ്ങി വന്ന് 2.3% മാത്രം ക്രിസ്ത്യാനികളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അസമിൽ 3.74%, കേരളത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ അസമിലുണ്ട്. അവിടെയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കൂടെ വന്നിട്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചോളാം. എനിക്ക് പറഞ്ഞത് 40 മിനിറ്റാണ്, ഏതാണ്ട് സമയം കഴിയാൻ പോകുന്നു. കേരളത്തിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രതിഫലനം കൊണ്ട് കേരളത്തിലുള്ള 23% മുസ്ലിങ്ങളും 19% ക്രിസ്ത്യാനികളും ചേർന്ന് സ്ട്രാറ്റജിക്കായി, തന്ത്രപരമായി വോട്ട് ചെയ്ത് കേരളത്തിലെ സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷെ നാം ഒന്ന് ഓർക്കണം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പുനലൂർ മുതൽ തിരുവല്ല വരെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നത് മാറി അവിടെയെല്ലാം ഇന്ന് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ വലിയൊരു ശൂന്യത, പുതിയ ആളുകൾ ക്രിസ്ത്യൻ ലീഡർഷിപ്പിലേക്ക് വരാതെ
ക്രിസ്ത്യൻ ലീഡർഷിപ്പ് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാലത്ത് നമുക്ക് നൽകിയിരുന്ന സ്പേസ്, നമുക്കൊരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സാമുമ്മൻ മുതൽ മാമൻ മത്തായി വരെ, അല്ലെങ്കിൽ ഇ ജോൺ ജേക്കബ് മുതൽ PC ജോർജ് വരെ എന്ന് വേണമെങ്കിലും പറയാം, അങ്ങനെയുള്ള ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു ശൂന്യത നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം പുനലൂർ, പത്തനാപുരം, കോന്നി, റാന്നി, കല്ലുപ്പാറ, കോട്ടയം ഈ മണ്ഡലങ്ങളൊക്കെ ഒരിക്കൽ പ്രതികരിച്ചിരുന്നത് ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ നേതൃത്വം ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നൊന്നും ഞാൻ ഈ സെമിനാറിൽ പറയില്ല. പക്ഷേ നമ്മൾ കേട്ട കാര്യങ്ങളെ വെച്ചുകൊണ്ട്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ വെച്ചുകൊണ്ട്, ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് BJP വിരുദ്ധ, RSS വിരുദ്ധ ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഒരു പ്രഖ്യാപിത നയവുമായി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ചില നേതാക്കന്മാർ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് നിർത്തിവെക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, സുരേഷ് ഗോപി എന്നെ നോക്കി ചിരിച്ചു, മോഡിജി എന്നെ കണ്ടപ്പോൾ തൊഴുതു, അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഹാൻഡ്ഷേക്ക് തന്നു, ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകളെ ഏതെങ്കിലും രീതിയിൽ തെളിഞ്ഞോ ഒളിഞ്ഞോ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ നമ്മൾ വളരെയധികം പ്രയാസങ്ങളിലൂടെ പോകേണ്ടി വരും. നമ്മുടെ തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി അതായിരിക്കും. അതുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കൊള്ളട്ടെ, BJPയുടെയും സംഘപരിവാറിന്റെയും നയങ്ങൾക്കെതിരെ ഒരു സെക്കുലർ ജനാധിപത്യ സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് വിജയിപ്പിക്കുവാൻ നമ്മൾ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. മറ്റുള്ള ന്യൂനപക്ഷങ്ങളുമായി ചേർന്നുകൊണ്ട് കൂടുതൽ ഡയലോഗുകളും കാര്യങ്ങളുമൊക്കെ നടത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്നെ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഏകദേശം 40-45 മിനിറ്റ് നേരം ഒരു അധ്യാപകൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന പോലെ, അതായത് നല്ല ഹോംവർക്ക് ചെയ്തിട്ട് വരുന്ന അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ലാലച്ചൻ സാറ് നമുക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും വളരെയോടെ ശ്രദ്ധയോട് ശ്രവിക്കുവാനായിട്ട് താല്പര്യം, അതിനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു. വലിയ ആവേശോജ്വലമായ വാക്കുകൾ വിതറാതെ സൗമ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ സാറ് വിഷയം അവതരിപ്പിച്ചു. സാറ് തുടങ്ങിയപ്പോൾ തന്നെ മൈനോറിറ്റിയുടെ റൈറ്റുകളെ പറ്റി, മൈനോറിറ്റികൾ ആരൊക്കെയാണ്, ഇന്ത്യയിലെ മൈനോറിറ്റികൾ, അത് കഴിഞ്ഞ് മൈനോറിറ്റി റൈറ്റ് എന്താണ്, ആ വിഷയങ്ങളിൽ കൂടിയാണ് സാർ മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞപ്പോൾ RSSനെ പറ്റിയുള്ള വിഷയം എടുത്തു. RSSന്റെ 100ാം വർഷം അടുത്ത വർഷം ആചരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞു. അതിനുശേഷം സാറ് ഈ VHP, ബജ്രംഗ് ദള്, അതുപോലുള്ള സംഘപരിവാർ സംഘടനയുടെ ആരംഭവും അതിന്റെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു. തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഈ മണ്ണിന്റെ മക്കൾ തന്നെയാണെന്നുള്ള കാര്യം അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു. തുടർന്ന് നിലവിലുള്ള സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ നിയമങ്ങള് ചരിത്രത്തിനെ എങ്ങനെ തിരുത്തുവാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വളരെ ഓടിച്ച് ഒരു അവലോകനം നടത്തി. തുടർന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 13.4% മുസ്ലിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ട് UP പോലുള്ള സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത കാര്യങ്ങള് ഒക്കെയും സാറ് നമ്മളെ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളും
കഴിഞ്ഞ വർഷങ്ങളിലെ അതിന്റെ നമ്പറുകളിലുള്ള വർധനവും മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചതെന്നും സാർ ഓർമ്മിപ്പിച്ചു. മണിപ്പൂര് ഒരു വലിയ വിഷയമായിട്ട് വന്നപ്പോൾ മർത്തോമ മെത്രാപ്പോലിത്ത അതിനെതിരെ ശബ്ദമുയർത്തിയ കാര്യം സാർ ഓർമ്മിപ്പിച്ചത് നമുക്ക് അഭിമാനകരമാണ്. തുടർന്ന് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പ്രാർത്ഥനകൾക്ക് പകരം എന്ത് ചെയ്യണം, എങ്ങനെ പുതിയ പുതിയ നയങ്ങൾ വേണമെന്ന് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂൾ മാനേജ്മെന്റുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ FCRA നിയമവും ഫെറ നിയമവും വിദേശ സഹായം ലഭിക്കാതിരിക്കുവാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സാർ ചൂണ്ടിക്കാണിച്ചു. അതിനെ പോലെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ അപകടങ്ങളും കാര്യങ്ങളും സാർ ഓർമ്മിപ്പിച്ചു. അതുപോലെ ഈ രാജ്യത്തെ സ്കൂളുകളെ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വ്യാജ ആരോപണങ്ങളുടെ കാപട്യം വെളിവാക്കുവാനായിട്ട് ഇത്രയും വർഷങ്ങൾ ഇത്രയും സ്കൂൾ പ്രവർത്തിച്ചിട്ട് ഇന്നും 2.സംതിങ് ക്രിസ്ത്യാനികൾ മാത്രമേ ഈ രാജ്യത്തുള്ളൂ എന്നുള്ള കാര്യത്തോടുകൂടി അത് വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ മതന്യൂനപക്ഷങ്ങൾക്കുണ്ടായിരുന്ന മേൽക്കൈകളൊക്കെയും നഷ്ടപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒരു ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് സാറിന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും സാറ് നല്ലൊരു ഹോംവർക്ക് നടത്തിയാണ് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ നടത്തിയത്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി നമ്മളെ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ പറ്റി നല്ലൊരു ഓർമ്മപ്പെടുത്തൽ നടത്തുവാൻ ബഹുമാനപ്പെട്ട P. ലാലച്ചൻ സാറിന് സാധിച്ചു. സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നല്ലൊരു പ്രഭാഷണമായിരുന്നു. ഇനി നമുക്ക് അതിന്റെ ഓപ്പൺ ഫോറം ഉണ്ട്. ഓപ്പൺ ഫോറത്തില് കേൾവിക്കാരുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത മീറ്റിങ്ങിനെ പറ്റിയുള്ള അറിയിപ്പ് ലൈറ്റഡ് ടു ലൈറ്റഡ് മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ ഒരാളായ VI ജേക്കബ് സാറ് അറിയിക്കുന്നതായിരിക്കും. ക്ലിയറേ. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ അടുത്ത വെബിനാർ അതായത് 196ാമത് വെബിനാർ ആണ്. അടുത്ത ശനിയാഴ്ച ഏപ്രിൽ മാസം 20-ാം തീയതി രാത്രി ഇതേ സമയത്ത് 8:30 തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ ഡോക്ടർ എബ്രഹാം ജോർജ് സോണി ആയിരിക്കും. അദ്ദേഹം റിട്ടയർഡ് പ്രിൻസിപ്പൽ മാർത്തോമ കോളേജ് തിരുവല്ല ആണ്. അന്ന് അവതരിപ്പിക്കുന്ന വിഷയം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വവും അതിൻ്റെ പരിഹാരവും എന്ന വിഷയമായിരിക്കും. എക്കണോമിക് ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ ആൻഡ് പോളിസി ഓപ്ഷൻസ്. ഈ വെബിനാറിൽ ഇതേ ഐഡിയിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് 196ാമത് വെബിനാറിലേക്ക് ഏവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളട്ടെ. ഇതാണ് അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അറിയിപ്പ്. താങ്ക് യു VI ജേക്കബ് സാറ്. ഒരു വട്ടം കൂടെ ഞാനും ഓർമ്മിപ്പിക്കുന്നു, ഇന്നിവിടെ പുതിയ കുറെ മുഖങ്ങൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മളെ നല്ല പഠനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ചയും ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വങ്ങളെ പറ്റിയുള്ള ഒരു നല്ല പ്രഭാഷണമായിരിക്കും. മർത്തോമ കോളേജിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്ന സോണി സാറാണ് വിഷയം അവതരിപ്പിക്കുന്ന, എബ്രഹാം ജോർജ് സാറ്. അതുകൊണ്ട് എല്ലാവരും ഇതേ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പുതിയ മെമ്പേഴ്സിനൊക്കെ പാസ്വേഡും ലിങ്കും എല്ലാം ഇത് തന്നെയായിരിക്കും. എല്ലാവരും ഒരു വട്ടം കൂടെ ആ കാര്യത്തിൽ ഉദ്ബോധിപ്പിക്കുന്നു. ഇപ്പോൾ ഓപ്പൺ ഫോറമാണ്. സിസ്റ്റത്തില് ഹാൻഡ് റേസ് ചെയ്യുകയോ ചാറ്റ് ബോക്സിൽ പേരെഴുതിയിടുകയോ ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള അവസരമുണ്ട്. പ്രഭാഷണം നടത്തുന്നവര് വീഡിയോ ഓൺ ചെയ്ത് അവരുടെ കറക്റ്റ് പേര് വെളിപ്പെടുത്തി വേണം സംസാരിക്കുവാന്. അധികം സമയമോ പ്രഭാഷണമായിട്ടോ നീണ്ടുപോകുവാൻ ഒരു കാരണവശാലും ഇടയാകരുത്. വളരെ ചുരുക്കി കാര്യങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഈ വിഷയത്തിനോട് കൂടിച്ചേർക്കുവാനായിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാനായിട്ടുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. സിസ്റ്റത്തെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിടുക. മറ്റുള്ളവരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പം സമയം ചിലർക്ക് ആദ്യം ഞാൻ എങ്ങനെ ചോദിക്കുന്നുള്ള ഒരു സംശയമൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് 1925 ആരംഭിച്ച സമയത്ത് തികച്ചും വ്യത്യസ്തമായിട്ട് മുഖ്യധാരയിൽ നിന്ന് മാറി, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരോട് പക്ഷം ചേർന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനവിഭാഗങ്ങളോടും വരേണ്യ വർഗമല്ലാത്തവരോടും ഒരു ഐക്യം കൽപ്പിച്ചുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയായിരുന്നു. അതിൽ നിന്നൊരു വ്യതിയാനം എന്നാണ് സംഭവിച്ചതെന്ന് ഒന്ന് വിശദമാക്കിയ നന്നായിരുന്നു. അതങ്ങനെ തന്നെയായിരുന്നു. ഇത് ഒരു സെക്ലൂഡഡ് ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്. 1925 ഹെഡ്ഗവാറാണ് ഈ RSS തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഗുസ്തിക്കൊന്നും അവർ പോയിട്ടില്ല. ബ്രിട്ടീഷുകാരുമായിട്ട് ഒരുമാതിരി ലോഹ്യത്തിലൊക്കെ പോകുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഞാനതാ പറഞ്ഞ 1940കളിൽ ജർമ്മനിയിൽ ഉണ്ടായ, ഇറ്റലിയിലുണ്ടായ ഫാഷിസ്റ്റ് നാസി പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നപ്പോൾ ആ പ്രസ്ഥാനങ്ങളെ അഭിമാനത്തോടു കൂടി സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഈ RSS എന്ന് പറയുന്നത്. അവർക്കതൊരു അഭിമാനമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അവരുടെ പങ്കും അതുപോലെ തന്നെയായിരുന്നു. അവർ വെറുതെ കണ്ടും കേട്ടുമൊക്കെ നിന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. ഒരു കോംപ്രമൈസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റവരുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വരേണ്യവർഗത്തിൻ്റെ ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അവരുടെ ആളുകളെ നിയമിക്കുവാനായിട്ട് ഇവർ തയ്യാറാകുകയും, അപ്പോൾ അതിനിടയിൽ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന വേറൊരു പ്രസ്ഥാനം പാരലായിട്ടുണ്ടായി. ആ ഹിന്ദു മഹാസഭയാണ് പിന്നീട് ജനസംഘമായിട്ടും പിന്നീട് അത് ജനതാ പാർട്ടിയായിട്ടും ആ ജനതാ പാർട്ടിയിൽ നിന്ന് വേർതിരിഞ്ഞ ഭാഗം BJP ആയിട്ടും രൂപീകൃതമായത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവരെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യകാലത്ത് ഇത് എക്സ്ക്ലൂസീവായിട്ട് ഒരു പ്രിവിലേജ് ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നു നിലകൊണ്ടിരുന്നത്. പിന്നീട് കാലക്രമേണ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി പിന്നെ വരികയും, പിന്നെ ഇപ്പോൾ ഈ ട്രൈബൽസിൻ്റെ ഇടയിലൊക്കെയുള്ള ഔട്ട്റീച്ചുകൾ വളരെ വിപുലമായ രീതിയിൽ അവരെ എല്ലാം ഇതിനോട് ചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ, അതുകൊണ്ടാണ് അവർ ഈ വിശാല ഹിന്ദു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവർ പോകാൻ ശ്രമിക്കുന്നത്. 2014 മുതൽ അവരുടെ രീതികളും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോൾ 60 ലക്ഷം അംഗങ്ങൾ RSSൽ മാത്രമുണ്ട്. അപ്പം ഓരോ വിങ്ങായിട്ട് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ. നമുക്കിപ്പോൾ 4 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ക്രമം വായിക്കാം. ആദ്യം VI ജേക്കബ് സാറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്, പിന്നെ ജെയിംസ്, AV ഇട്ടി സാറ്, രാജു അഞ്ചേരി അച്ഛന്. ഇങ്ങനെയാണ്. ഇപ്പോൾ VI ജേക്കബ് സാറിന് സംസാരിക്കാം. താങ്ക് യു സാർ. സാറിന്റെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇത് ഈ ഇലക്ഷനൊക്കെ വരുന്ന ഈ സമയത്ത് വളരെ സാന്ദർഭികമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇത്. സാർ പറഞ്ഞു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ആദ്യത്തെ അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 40 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഈ ഗോമാംസം നിരോധിക്കുന്ന ഒരു മൂവ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ സമയത്ത്
നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലാണെന്ന് തോന്നുന്നു, നമ്മുടെ ബീഫ് കറി വെച്ച് എല്ലാവർക്കും വിതരണം നടത്തുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പം പല സ്റ്റേറ്റുകളിലും ഈ മാംസം ബീഫ് നിരോധിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി തന്നെ, അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അത് നിയമമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലംഘനമല്ലേ അത്? ഇത് ഈ ഗോമാംസത്തെ നിരോധിക്കുക എന്നുള്ളത് അത് അവരുടെ റിലീജിയൻ, ഹിന്ദു റിലീജിയൻ, ഓക്കെ, അവർക്ക് അത് വേണ്ടെങ്കിൽ വെക്കാം. പക്ഷേ ഈ ഗോമാംസമൊക്കെ വളരെ ഇതായിട്ട് കഴിക്കുന്ന ആദിവാസികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന, അതിനെതിരായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിനെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്തുകൂടാ, ചെയ്യാൻ സാധിക്കത്തില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ സർക്കാരുകൾ അവർക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭകളിൽ അവർ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമങ്ങളെ ചലഞ്ച് ചെയ്യാം. പക്ഷെ പലപ്പോഴും ചലഞ്ച് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ, ഭയത്തിൻ്റെതായ അന്തരീക്ഷം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1947 മുതൽ ഈ 2024 വരെ 77 വർഷം, ഈ 77 വർഷത്തിനിടയിൽ there is a സൗത്ത് നോർത്ത് ഡിവൈഡ്. നോർത്ത് ഇന്ത്യ പിന്നോക്കം പോയപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം, ഈ സംസ്ഥാനങ്ങൾ അഭൂതപൂർവമായ വളർച്ച ഉണ്ടായി. എന്തുകൊണ്ടാണ്? കാരണം അവിടെ വന്ന ഭരണകൂടങ്ങൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും നമുക്ക് മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറി മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ നിയന്ത്രിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മൾ ഈ പറയുന്ന ഗുജറാത്തോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയോ അല്ല. അപ്പൊ അവിടെ ഭരിച്ച ഭരണകൂടത്തിലെ ആളുകൾ വ്യത്യസ്തമായ നിലപാടുകൾ എടുത്തതുകൊണ്ട് ഈ തെക്കൻ സംസ്ഥാനങ്ങൾ വികസിച്ചതിനൊപ്പം വടക്കൻ സംസ്ഥാനങ്ങൾ വികസിച്ചില്ല. ചൈൽഡ് മോർട്ടാലിറ്റി ഏറ്റവും കൂടുതലുള്ള യു-പിയിലും ബീഹാറിലും. സർവ്വ അനാചാരങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരിടത്തുനിന്ന് 80 പേരാണ്, മറ്റിടത്തുനിന്ന് 40 പേര്. രണ്ട് സംസ്ഥാനം കൂടെ ചേർന്ന്, ജാർഖണ്ഡും ബീഹാറും കൂടെ ചേർന്ന് 54 സീറ്റ് ഉണ്ടായിരുന്നു. 134 സീറ്റ്. ഉത്തരാഖണ്ഡും കൂടെ ചേരുമ്പോഴത്തേക്ക് 139 സീറ്റായിരുന്നു അവിടുന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഭൂരിപക്ഷം പാർലമെന്റിലുള്ള ഒരു സമൂഹത്തിന് വളരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ഔട്ട്ലുക്കിന്റെ കുഴപ്പമായിരുന്നെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അവര് ആ മതത്തിൻ്റെതായ ആ ഫ്രെയിംവർക്കത്തിനകത്ത് കിടന്ന് ചാടിയതുകൊണ്ട് പുരോഗമനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലും കേരളത്തിലും ഉണ്ടായ വ്യത്യാസത്തിന്റെ ഒരു കാരണം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. ഇവിടെ രണ്ടിടത്തും ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, പെരിയാറിലൂടെയും അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരിലൂടെയും തമിഴ്നാട്ടിലുണ്ടായ സാമൂഹികമായ മുന്നേറ്റം, നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുവിലൂടെയും അയ്യങ്കാളിയിലൂടെയും ചട്ടമ്പിസ്വാമികളിലൂടെയും ഉണ്ടായ സാമൂഹ്യപരമായ മുന്നേറ്റം. ഈ മുന്നേറ്റത്തിന് പകരം വെക്കാവുന്ന യാതൊന്നും നോർത്തിലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യാം. കോടതികൾ ഏത് രീതിയിൽ വീഴ്ചിക്കും. ഇപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞ ക്യാപ്ചർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഇപ്പം നമ്മുടെ കോടതികളും വന്നിട്ടുണ്ട്. നമ്മുടെ കോടതികൾ പറയുന്നത് ബെയിൽ ഈസ് എ റൂൾ വൈൽ ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ബെയിൽ, ജാമ്യം കൊടുക്കുന്നത് റൂളും മറ്റേത് വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതുമാണ് ജയിലും. ഇപ്പൊ നേരെ തിരിച്ചായി. ജയിൽ ഈസ് എ റൂൾ ആൻഡ് ബെയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. ഒരു തരത്തിലും ജാമ്യം കിട്ടാത്ത സാഹചര്യങ്ങളിൽ 6 മാസമൊക്കെയാണ് ആളുകൾ ജയിലിൽ കിടക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഭയത്തിൻ്റെതായ അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ദേ ആർ സ്കേർഡ് ഓഫ് ദി ബാക്ക്ലാഷ്.
എങ്ങനെ ഇതിനോട് പ്രതികരണം ഉണ്ടാകുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല അവസരങ്ങളും വിനിയോഗിക്കപ്പെടുന്നില്ല. അതിനുള്ള കാരണം ഇതാണ്. പക്ഷെ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാഭ്യാസപരമായി വളരെ മുന്നോക്കമായിട്ട് നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇവിടെ ബാധിക്കുന്നില്ല. നോർത്തിലൊക്കെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുമെന്നുള്ളത് കൊണ്ട് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. അടുത്ത മിസ്റ്റർ ജെയിംസ്. ഹലോ, പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അതെ, ജെയിംസ്, ഞാൻ ഓഡീഷയിൽ നിന്നാണ്. എനിക്കറിയാം. അതുകൊണ്ട് സ്പീക്കർ മീൻസ് വീഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, മൈക്ക് മാത്രം ഉപയോഗിച്ചാൽ. ഓക്കെ. ഞാൻ ഇപ്പൊ ഈ ലാലച്ചൻ സാറ് പറഞ്ഞ ഈ വിഷയം വളരെ ഇന്നത്തെ സമയത്ത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതിൽ നമ്മൾ കുറെ കൂടി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം ചരിത്രപരമായിട്ട് നോക്കുമ്പം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള പാഠകത്തിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇന്നത്തേതിനേക്കാളും വളരെ ഭീകരമായ ഒരു ഫാസിസ്റ്റ് സിസ്റ്റത്തിന് അണ്ടറിലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു 80-85% വരുന്ന പിന്നോക്ക വിഭാഗക്കാർ, SC, ST, OBC വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദേശീയ ബോധവും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഈ മുന്നണി പോരാളികളായിട്ട് നിന്നവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ഈ പഠിക്കാനുള്ള അവസരം കിട്ടുകയും പഠിക്കുകയും അവിടെ നിന്നൊക്കെ അവർ കണ്ടെത്തിയതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ, അത് അംബേദ്കർ അടക്കം. അതിനുശേഷമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അംബേദ്കറിലൂടെ ഒരു ഭരണഘടന വരികയും ചെയ്യും. അപ്പം ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അങ്ങനെ ഒരു ദേശീയ ബോധവും ഈ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ, അത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതിയും എന്നുള്ളത്, ഈ 4 കാര്യങ്ങളെ സമൂഹത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിലുള്ളവര് കാര്യമായി പങ്കെടുത്തിരുന്നു. അത് കേരളത്തിൽ പോലും ആദ്യം വരുന്ന മന്ത്രിസഭയൊക്കെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ, ഭരണ നേതാക്കന്മാരൊക്കെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിയാണ് പിന്നെ സഞ്ചരിച്ചത് എന്നുള്ളതാണ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ ഭരണഘടനയാണ് ഇതിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ ഭരണഘടനയിലെ ഈ 4 ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന അവർ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട 3-4 കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിലൊന്ന് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, പിന്നെ റിപ്പബ്ലിക് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ്. അതിൽ ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ആളുകൾ ആരും തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു. അതുപോലെ തന്നെ ഈ സമത്വം എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ ഈ സോഷ്യലിസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അത് മത നേതാക്കന്മാരും. അപ്പം നമ്മൾ ഭരണഘടനയെ കുറിച്ച് എപ്പോഴും പറയുമ്പോഴും ഇതിൽ നമുക്കുള്ള ഒരു ഉത്തരവാദിത്വം, പൗരന്മാർക്കുള്ള ഒരു ഉത്തരവാദിത്വമാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ് സോഷ്യലിസത്തെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്തിട്ടില്ല, അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായി സാമ്പത്തിക അസമത്വം വളരെ കൂടി വരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സംഗതി. പിന്നെ അതോടൊപ്പം തന്നെ ഈ മതപരമായിട്ടുള്ള ചിന്താഗതിയിൽ ഇപ്പോൾ ഹിന്ദുമതത്തിന്റെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഓർഡർ, ബ്രാഹ്മണ മതത്തിന്റെ ചിന്താധാരയിൽ മറ്റുള്ളവരൊക്കെ ശപിക്കപ്പെട്ട സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻകാല പാപങ്ങളിലൂടെ അവരങ്ങനെ ഹീനമായി ജീവിക്കേണ്ടവരാണ്, ഹീനസ്വഭാവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ അവർക്ക് ഇനിയും പുനർജന്മത്തിൽ മെച്ചപ്പെട്ടു വരാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താധാര നിലനിർത്തുന്നുണ്ട്. അത് ഈ അതൊരു അന്ധവിശ്വാസമാണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് ആ സമൂഹത്തിലുള്ളവർക്ക് കഴിഞ്ഞില്ല. ഇന്നും അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ മുമ്പോട്ട് വരാൻ ഒരിക്കലും അനുവദിക്കാതെ അവരെ അങ്ങനെ നിലനിർത്താൻ ഒരു ശ്രമം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ ഇപ്പൊ ഈ ഭരണഘടനയെ സംരക്ഷിക്കുക, ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുമ്പം
വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണിത്. പിന്നെ സാർ പറഞ്ഞ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതൊക്കെ എന്ന് പറയുന്നത് ഈ താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള നല്ല നേതൃത്വം അവർക്ക് ഉണ്ടായി വന്നു, മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്നുള്ള ഒരു നല്ല ലീഡർഷിപ്പ് അവർക്ക് ലഭിക്കുന്നില്ല. കാരണം അവരുടെ നേതാക്കന്മാരെ നിയന്ത്രിക്കുന്നത് ഹയർ കാസ്റ്റിലുള്ള ആളുകളാണ്. അവരാണ് അവരുടെ MLA ആരാകണം. ഇപ്പോൾ റിസർവേഷൻ സീറ്റിൽ പോലും SC ST ഒക്കെ റിസർവേഷൻ സീറ്റിൽ പോലും MP ആരാകണം, MLA ആരാകണോ എന്ന് അവരെല്ലാം തീരുമാനിക്കും. അതൊക്കെ ഹയർ കാസ്റ്റ്പ്പെട്ട ആളുകളാണ് തീരുമാനിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു നേതാവ് വളർന്നു വരാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇപ്പം ഈ അടുത്ത കുറെ കാലം, ഇപ്പൊ ഈ മോഡിയൊക്കെ വന്നതിന് ശേഷം, അതിന് മുമ്പ് തന്നെയുണ്ട് അംബേദ്കറിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കൻഷിറാമൊക്കെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് വന്നു. അതിലൂടെയൊക്കെയാണ് മായാവതി 4 പ്രാവശ്യം UP മുഖ്യമന്ത്രിയൊക്കെ ആകുന്നു. എന്നാൽ അതും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കുള്ള ഇന്ത്യയുടെ ഒരു മാറ്റത്തിനുള്ളിൽ ഈ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവര് അവർ സ്വയം സംഘടിച്ച് ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അവർ സ്വയം സംഘടിച്ച് മുമ്പോട്ട് വരുമ്പോൾ അവർ വരുന്നത് മുഴുവനും ഈ ബ്രാഹ്മൺസിനെതിരെ ആയിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് അവരിപ്പോൾ മുമ്പോട്ട് വരുന്നത്. അവർക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഭയമില്ലാതെ. ഇപ്പം സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭയം ഉണ്ട് എന്നുള്ളത്. ഭയമില്ലാതെ സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് മരിക്കാൻ പോലും തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ള നല്ല പിന്നോക്ക വിഭാഗങ്ങളുടെ നല്ല ലീഡർഷിപ്പ് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ ഈ മഹാരാഷ്ട്രയിലൊക്കെ വളരെ ശക്തമായി കഴിഞ്ഞു. അവിടെയൊക്കെ ഇനിയിപ്പോ ഈ ബ്രാഹ്മണിക്കലോട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തോടെ മഹാരാഷ്ട്രക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൃത്യമായും ഓരോ വിഭാഗങ്ങളും അവരുടെ ശത്രുവിനെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ശത്രു ആരായിരുന്നു എന്നുള്ളത്. ഈ പറയുന്ന മുസ്ലിമോ അല്ലെങ്കിൽ വേറെ ആളുകളോ അല്ല, ഇവിടെയുള്ള ബ്രാഹ്മൺസ് ആയിരുന്നു ഞങ്ങളുടെ ശത്രു എന്നുള്ളത് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അവർ ദരിദ്രരായി കഴിയുന്നതിന്റെ, പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നതിന്റെ മുഖ്യ കാരണം ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് പിന്നോക്ക വിഭാഗക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ന്യൂനപക്ഷ സമൂഹങ്ങളെ സംബന്ധിച്ചും, ഇപ്പം ഈ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ സമ്പന്നരുള്ള ഒരു ഗ്രൂപ്പ് കേരളത്തിലാണ് ഉള്ളത്. ക്രിസ്ത്യൻസിനിടെ കേരളത്തിലാണ്. ഇപ്പോൾ ഒഡീസയിലാണെങ്കിൽ കട്ടക്ക് എന്ന് പറയുന്നിടത്ത് കൂടെ സമ്പന്നരായ ആളുകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഗോവയിലാണുള്ളത്, അല്ലെങ്കിൽ നാഗപ്പൂര്, ഡൽഹി, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം. ഈ മറ്റുള്ള സ്ഥലത്തെ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ളിലുള്ള ഏതാണ്ട് 80% ആളുകൾ ഇന്നും ദരിദ്രരല്ല സ്ഥലം ആയിട്ട് കഴിയുക. എന്നാൽ അവരുടെ ഒരു ഡെവലപ്മെന്റിനുള്ള ഒരു പദ്ധതി ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്യുന്നില്ലെന്നുള്ളത്. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സമ്പന്നരായ സമൂഹം അവരുടെ ഉള്ളിൽ തന്നെയുള്ള ആ കമ്മ്യൂണിറ്റി തന്നെ പെട്ട മറ്റുള്ളവരെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയുള്ള പദ്ധതികളൊന്നും തന്നെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വാസ്തവത്തിൽ ഈ മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും ഭരണഘടന പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമായി മുമ്പോട്ട് പോകുന്നതിനും പരാജയപ്പെട്ടു. അതിൻ്റെ ഒരു ഫലം കൂടാണ് ഇന്ന് നമ്മൾ ഭയത്തോടുകൂടി ഇവിടെ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മുമ്പോട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന പല സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. സാറ് ഞാൻ അതിൽ ഒന്ന് പുള്ളി അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ മായാവതിയുടെ സംഭവം അദ്ദേഹം പറഞ്ഞു. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിലെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെന്റ് ആണ് മായാവതി എന്ന് പറയുന്നത്. മായാവതിക്ക് 4 പ്രാവശ്യം മുഖ്യമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായെങ്കിലും അവര് സ്ട്രക്ചറലായിട്ടോ ബൗദ്ധികമായിട്ടോ ആ UP മാറ്റങ്ങൾ വരുത്താതെ ആ സംസ്ഥാനം മുഴുവൻ ആനയുടെ പ്രതിമ ഉണ്ടാക്കാനായിട്ടാണ് അവരവരുടെ സമയം കളഞ്ഞത്. പിന്നെ അവരുടെ സ്വന്തമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടേതായ ഒരു കോക്കസ് ഉണ്ടാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ മായാവതി എവിടാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അവരുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അവര് ഇന്ത്യ ഗ്രൂപ്പിന്റെ കൂടെ ചേരാതെ BJPക്ക് വോട്ട് ഭിന്നിപ്പിച്ചു കൊടുക്കുവാനായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം, മുസ്ലിങ്ങൾ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ഭിന്നിപ്പിക്കുവാനുള്ള അച്ചാരം വാങ്ങി BJPയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന മായാവതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മഹാരാഷ്ട്രയിലെ വഞ്ചിത് ബഹുജൻ അഗാദി, VBA എന്ന് പറയുന്ന പ്രകാശ് അംബേദ്കർ
പ്രതിദാനം ചെയ്യുന്ന VBA. ആ VBA ഇന്ത്യ ബ്ലോക്കിൻ്റെ കൂടെ ചേർന്ന് നിന്നിരുന്നെങ്കിൽ മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 10 മുതൽ 12 സീറ്റുകൾ വരെ ഇന്ത്യ ബ്ലോക്ക് അനായാസം ജയിച്ചേനെ. അതിന് എഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അതിന് പിന്നിലുള്ള ഛേദവികാരം എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 36 സീറ്റിൽ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതിൽ പല സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ഈസി ആയിട്ട് MVA എന്ന് പറയുന്ന മഹാവികാസ് അഗാദിക്ക് ഈസി ആയിട്ട് ജയിക്കാവുന്ന സീറ്റുകളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാർ വരുന്നുണ്ടെങ്കിലും അവരെല്ലാം ഭയത്തിനടിമപ്പെട്ടോ പ്രചോദനങ്ങൾക്ക് വഴങ്ങിയോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയോ അവരെല്ലാം ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്ന ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. താങ്ക് യു. സാർ സംസാരിക്കാം. എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ചും വളരെ വിശദമായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്തതായിട്ടുള്ള അഡ്വക്കേറ്റ് പി ലാലച്ചനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിശദമായിട്ട് തന്നെ ഹിന്ദുത്വ അവരുടെ ഒരു കടന്നുകയറ്റവും അവരെ നേടിയിരിക്കുന്നതായിട്ടുള്ള ഒരു മേധാവിത്വവും അല്ലെങ്കിൽ എല്ലാം വരച്ചു കാണിക്കുകയുണ്ടായി. എന്നാൽ ആ സാഹചര്യം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഇപ്പോൾ ഉള്ളതായ ഹിന്ദുത്വം എല്ലാം കൂടെ ചേർന്നാലും അവരുടെ വോട്ട് എന്ന് പറയുന്നത് 38% അവർക്ക് കിട്ടുന്നു. അപ്പോൾ 62 അതിന് വിരുദ്ധമായിട്ട് മറ്റിടത്ത് കിടക്കുക. ഇപ്പം മായാവതിയുടെ കാര്യം പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ പ്രകാശ് അംബേദ്കറുടെ കാര്യം പറഞ്ഞതുപോലെയോ ആൾക്കാരുടെ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ ഒരളവിൽ അവരുടെ തന്നെ താല്പര്യങ്ങളെയും അവരുടെ തന്നെ വർഗ ഈ യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ ബലി കഴിച്ചുകൊണ്ട് എന്തൊക്കെയോ സ്വകീയവും സ്വകാര്യവുമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവര് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ എന്തുകൊണ്ട് ഈ നോൺ BJP അല്ലെങ്കിൽ ഹിന്ദുത്വയ്ക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആളുകളെ അകാലികൾ പോലും BJPയുമായിട്ട് ഇടയ്ക്ക് സഖ്യത്തിലൊക്കെ വന്നെങ്കിലും പിൽക്കാലത്ത് അവർക്ക് പിണങ്ങി പിരിയേണ്ടി വന്നു. അപ്പം മറ്റുള്ളവരെ ഈ ഒന്നിച്ചു വരാൻ അവരൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്ന ആളുടെ കാര്യങ്ങൾ എന്താണ്? അവരൊന്നിച്ചു വന്നിരുന്നുവെങ്കിൽ ഇതിന് ഈസിയായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. ആ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കും? ആദ്യമേ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ 5 വിഭാഗങ്ങളുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ല, സിഖുകാരുണ്ട്, പാർസിയുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഇന്റർ ഡിനോമിനേഷണൽ ഡയലോഗുകൾ വളരെ കുറവാണ്. അപ്പം സ്ട്രാറ്റജിക്കായിട്ട് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അമൃത്സറിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൈനോറിറ്റീസ് കോൺഫറൻസിൽ പങ്കെടുത്തു. മൈനോറിറ്റീസിൻ്റെ മൊത്തത്തിലുള്ള ഒരു കോൺഫറൻസ്. അത് അന്ന് അവിടുത്തെ സിഖുകാർ ഓർഗനൈസ് ചെയ്തതാണ്. അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിളിനടുത്തുള്ള ഒരു സ്ഥലത്ത് അവർ ഇതുപോലൊരു കോൺഫറൻസ് വിളിച്ചു കൂട്ടി 3 ദിവസം. ഞാനും അന്ന് മാധ്യമം പത്രത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. ഇസ്മായിൽ മേലഡി എന്ന് പറഞ്ഞൊരാൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഇസ്മായിൽ മേലഡി ഞാനും മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്. അല്ലാതെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി, ഒരു അച്ഛനോ, ഒരു പട്ടക്കാരനോ, ഒരു ബിഷപ്പോ, ഒരു ലേമാനോ ആ ന്യൂനപക്ഷ മൈനോറിറ്റീസ് കോൺഫറൻസിൽ പങ്കെടുത്തില്ല. ആ ഒരൊറ്റ പ്രാവശ്യം നടന്നതല്ലാതെ എൻ്റെ ഓർമ്മയിൽ അതുപോലുള്ള ഇൻ്ററാക്ഷൻസ് പിന്നെ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പം നമ്മുടെ ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ അതിന് അങ്ങനെയുള്ള കോൺക്ലേവുകൾ വിളിച്ചു കൂട്ടാനും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാവരും കൂടെ ചൊരിച്ചു കയറ്റിക്കൊണ്ട് ഓടുന്നതിന് പകരം നമ്മൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാൻ നേതൃത്വത്തിൽ നിൽക്കുന്നവർ വേണമല്ലോ അത് ചെയ്യുവാൻ. അപ്പം നമ്മുടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിലുള്ള ആളുകൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ കോർഡിനേഷൻ ഈ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഏറ്റവും അത്യാവശ്യമാണ്. അടുത്തത് രാജു അഞ്ചേരി അച്ഛനാണ്. അതിനുശേഷം തോമസ് വൈ സാറ് ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സാർ അത് അതിനുശേഷം വായിക്കാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാജു അഞ്ചേരി അച്ഛൻ ഇപ്പോൾ സംസാരിക്കാം. ലാലച്ചൻ്റെ അനാലിസിസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അതിൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമായിട്ട് പറയട്ടെ.
ഇന്ത്യയിലെ BJP വർഗീയ ശക്തികൾ 35% താഴെ ഉള്ളൂ, 1/3 താഴെ ഉള്ളൂ. എന്നാൽ അവർ അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഓപ്പോസിഷനായിട്ട് നിൽക്കുന്ന പാർട്ടികൾക്ക് അവരുടെ വലിയേട്ടൻ മനോഭാവം കൊണ്ടാണോ എന്തുകൊണ്ടോ കൊച്ചു പാർട്ടികളെയൊക്കെ കൂടെ നിർത്തി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നണികൾ ഉണ്ടാക്കാൻ സാധിക്കാതെ പോകും. മഹാരാഷ്ട്രയിൽ തന്നെ അംബേദ്കറുടെ പാർട്ടി വെളിയിലായി, അവിടുത്തെ ഇടതുപക്ഷ ഗ്രൂപ്പുകൾ മഹാസഖ്യത്തിലില്ല. അപ്പം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് BJP വീണ്ടും വീണ്ടും ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാലച്ചൻ അവസാനം ഒരു പരാമർശം നടത്തിയപ്പോൾ PC ജോർജിനെ കൂടെ ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ലീഡറാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും ജീവിത പ്രവർത്തികളൊന്നും ക്രിസ്ത്യനാണെന്ന് തെളിയിക്കപ്പെടാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാറേ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. PC ജോർജിന്റെ പേര് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ ആ ഭാഗം ഞാൻ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞല്ലോ, 37% അല്ലെങ്കിൽ 38%. ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് ഇന്ത്യ. ഞാൻ ഇപ്പോഴും അങ്ങനെ, എനിക്ക് ആ കാര്യത്തിൽ അഭിമാനം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് പോലും ദി ആവറേജ് ഇന്ത്യൻ ഈസ്, എസ്പെഷ്യലി ദി ആവറേജ് ഹിന്ദു ഈസ് അബ്സല്യൂട്ട്ലി സെക്കുലർ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ത്യയിലെ നമ്മൾ ഒരുപക്ഷെ അവരെ നമ്മൾ അൺകൂത്തെന്നോ ബാർബേറിയൻസ് എന്നോ വിവരമില്ലാത്തവരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ ഒക്കെ ആക്ഷേപിച്ച് പറഞ്ഞാൽ പോലും ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന സാധാരണക്കാരൻ കമ്മ്യൂണൽ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇത്രത്തോളം ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും 38% മുകളിലോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ചില വിട്ടുവീഴ്ചകളൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും നന്ദിയോടെ സ്മരിക്കണം. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ they are not communal, they are absolutely secular. ഇദ്ദേഹം തോമസ് വൈ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2.3% മാത്രം വരുന്ന ക്രിസ്തീയ സമൂഹം 50,000-ലധികം വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ഭൂരിപക്ഷ സമൂഹത്തിന് അമർഷം ഉണ്ടാകുന്നത് തള്ളിക്കളയാൻ കഴിയും? പറ്റത്തില്ല. ജലസി ഉണ്ടാവും. ആ ജലസി ഉണ്ടാകുമ്പോൾ ആ ജലസിയെ അതിജീവിക്കുന്ന രീതിയിൽ പ്രവർത്തനം കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈയിടെ 2 മാസം മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ലുധിയാനയിലെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ഒരു മീറ്റിംഗ് നടന്നു, അതിന് പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് ചെങ്ങന്നൂര് വെച്ച് ഷെയർ ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിന് വെളിയിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിൽ കേരളത്തിനകത്തുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കേരളത്തിനകത്തെ മെഡിക്കൽ സ്ഥാപനങ്ങൾ, നമ്മുടെ ആശുപത്രികളും മറ്റ് പ്രസ്ഥാനങ്ങളും കശാപ്പുകാരൻ്റെ മനോഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അറത്ത് മുറിച്ച് കാശ് വാങ്ങിക്കുക എന്നുള്ള. അപ്പം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് അല്ല, മേഡിക്കൽ കോളേജാണ്. എങ്ങനെ മേടിക്കാമെന്നുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. ആ വന്ന അപജയമാണ് നമ്മളോടുള്ള എതിർപ്പിൻ്റെ പശ്ചാത്തലം രൂക്ഷമാക്കിയത്. എതിർപ്പിന് ചില പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് രൂക്ഷമാക്കുന്ന എപ്പോഴാണ്? നമുക്കൊരു മിഷനുണ്ട്, ആ മിഷൻ മെഡിക്കൽ മാത്രമായിട്ട് മാറുമ്പോൾ നമ്മൾ അവിടെ പരാജയപ്പെടുകയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് നമ്മുടെ സോഷ്യൽ റോളിനെ കുറിച്ച് ഒരു അവലോകനം കുറച്ചും കൂടെ നടത്തേണ്ടത് അത്യാവശ്യം. നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മൾ ഈ കാശ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണോ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഈ എതിർപ്പുകളുള്ള സ്ഥാപനങ്ങളൊന്നും കാശ് വാങ്ങിക്കുന്ന സ്ഥാപനങ്ങളല്ല. കേരളത്തിന് വെളിയിലെ എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും കുറച്ചും കൂടി മാന്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് ഉള്ള കേരളത്തിൽ
അതിൻ്റെ പ്രവർത്തനങ്ങൾ പാളം തെറ്റിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ട്. ആ കൺസേൺ ആ രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. താങ്ക് യു. താങ്ക് യു സാർ. ഞാൻ 2 ചോദ്യങ്ങളൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കാമോ? തീർച്ചയായിട്ടും, എത്ര ചോദ്യം ചോദിക്കാം. ഞാൻ സാറ് പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ ഈ മൈനോറിറ്റികളെ തമ്മിൽ അടുപ്പിക്കുവാനായിട്ട് അടുത്ത കാലത്തൊരു സംഘടിത ശ്രമം ഉണ്ടാവുകയും അതിലൊരു വിജയം നേടുവാനായിട്ടൊരു ചില ഭാഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയും ചെയ്യുന്നത് ആയിട്ടൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കേരള സ്റ്റോറി പോലുള്ള സിനിമകള് ചില ഇടവകളും പള്ളിയും ഭദ്രാസനങ്ങളും ഏറ്റെടുക്കാനായിട്ട് വ്യഗ്രത കാണിച്ച ഒരാഴ്ചയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഒരു വിഷയം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരി ആണെങ്കിൽ പോലും പലപ്പോഴും ചില അപകർഷണങ്ങളുടെ പുറകെ സഭാ നേതൃത്വങ്ങൾ പോകാൻ വ്യഗ്രത കാണിക്കുന്നതായിട്ടുള്ള ഒരു തോന്നലുകളും ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കാര്യത്തില് നമ്മുടെ ഈ കേരള ക്രിസ്ത്യൻസിന് എന്തെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടോ? സാറിന്റെ ഒരു വിശകലനം ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അത് കഴിഞ്ഞു മതിയോ അടുത്ത ചോദ്യം? അതോ ഇപ്പം ചോദിക്കണം? ചോദിച്ചോ, കുഴപ്പമില്ല. അടുത്ത ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് ഇപ്പോൾ ഇവിടുത്തെ ED പോലുള്ള പ്രസ്ഥാനങ്ങള് എതിരാളികളെ നശിപ്പിക്കുവാനായിട്ട് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു, ഇപ്പോഴത്തെ ഭരണകക്ഷി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞ ഭയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സാറിന്റെ പ്രഭാഷണത്തിൽ ഈ ഭയത്തെ പറ്റി സാർ സൂചിപ്പിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഭയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം ഇവിടുത്തെ വ്യവസ്ഥിതികളെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങളെ മിസ്യൂസ് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഭയം വളർത്തിയെടുക്കുവാൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നു. ആ ഭയത്തിന് അധീനപ്പെട്ട് ജനങ്ങള് സാധാരണക്കാര് വീണുപോകുന്നു. ഈ സാഹചര്യത്തില് എങ്ങനെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒത്തുചേർന്ന് എതിർക്കുവാൻ സാധിക്കും? അതിനുള്ള വഴികളൂടെ സാർ പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഒന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം സാർ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ സഭാ സ്ഥാപനങ്ങളും നമ്മുടെ സഭകളും അപകർഷണങ്ങളുടെ പുറകെ പോകുന്നു എന്ന് അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. എനിക്കും തോന്നിയിട്ടുണ്ട് അത് തന്നെ. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതിന് ഒരു പ്രശ്നം വന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭകളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറിയപ്പോൾ സ്ഥാപനങ്ങളായി മാറി. ഈ സ്ഥാപനങ്ങളായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം സ്ഥാപിത താല്പര്യങ്ങൾ ഇതിനകത്ത് ക്രീപ്പ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ നമ്മൾ മുമ്പൊരു കാലഘട്ടത്തെയും ഇപ്പോഴത്തെ കാലഘട്ടത്തെയും വെച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഇടവകയിൽ ഒരു വികാരി വരുന്നു. നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏത് അച്ഛൻ വന്നാലും ഇപ്പൊ ആർക്കിടെക്റ്റും എഞ്ചിനീയറുമാണ്. ആദ്യം ചെയ്യുന്ന ആ പള്ളി ഇടിച്ച് കളഞ്ഞിട്ട് വേറൊരു പള്ളി വെക്കുക എന്നുള്ള, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൺസ്ട്രക്ഷൻ പരിപാടികൾ തുടങ്ങുക എന്നുള്ള. അപ്പോൾ എന്തിനാണോ വിളിക്കപ്പെട്ടത് ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ പ്രവർത്തിക്കാതെ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടായപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ സഭ ഇറങ്ങിയിട്ട് ബിസിനസ് നടത്തുന്നു, സഭ മെഡിക്കൽ കോളേജുകൾ നടത്തുന്നു, കോളേജുകൾ നടത്തുന്നു, അഡ്മിഷന് കൈക്കൂലി വാങ്ങിക്കുന്നു, അല്ലെ വേറെ എന്തെങ്കിലും വ്യാപാരങ്ങളിൽ ഇടപെടുന്നു. ഈ വ്യാപാരങ്ങളിൽ പുരോഗതി വരേണ്ടപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. മടിശീലെ കനമുള്ളവനെ വഴി പേടിക്കാനുള്ളൂ എന്ന് പറഞ്ഞ പോലെ കനം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സഭാ സംവിധാനമുണ്ട്. ആ സംവിധാനം താഴെ നിന്ന് മുകളിലോട്ട് കേൾക്കുന്നതല്ല, മുകളിൽ നിന്ന് താഴോട്ട് കേൾക്കുന്ന. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് കേൾക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം യഥാ രാജ തഥാ പ്രജ, നമ്മൾ താഴോട്ട് നോക്കും, മുകളിലോട്ട് നേതാക്കന്മാരെ നോക്കുകയാണ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നവരുടെ രീതി കണ്ട് നമ്മളും അതിനോട് താതാമ്യപ്പെട്ടു പോകാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് എംബ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ.
അതുകൊണ്ട് മാറ്റം വരേണ്ടത് മുകളിൽ നിന്ന് തന്നെ മാറ്റം വരണം. മുകളിൽ നിന്ന് ഇതുപോലുള്ള പ്രതിലോമ പരിപാടികൾ അവസാനിപ്പിച്ചാൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകും. രണ്ടാമത്തേത്, ED പോലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അൺവാണ്ടഡ് ഇൻ്റർഫിയറൻസ്. ഞാൻ ആദ്യമേ എൻ്റെ ഈ പേപ്പർ പ്രസൻറ്റ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ക്യാപ്ചേർഡ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്യാപ്ചർ ചെയ്യും. അത് UGC ആയാലും ED ആയാലും CBI ആയാലും ലോക്പാൽ ആയാലും ബഹളമൊക്കെ ഉണ്ടാക്കി ലോക്പാൽ കൊണ്ടുവന്നെങ്കിൽ എല്ലാം പോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെയാണ് എല്ലായിടത്തും കൊണ്ടുവരുന്നത്. അയോഗ്യന്മാരെ മാത്രം നിയമിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഉദാഹരണമായിട്ട് ഡൽഹിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിൽ വന്ന കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, കേജ്രിവാൾ ഉൾപ്പെടെ 2-3 മന്ത്രിമാർ ജയിലിലാണ്. എന്തുകൊണ്ടതുണ്ടായി? അവിടെ ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ എടുക്കേണ്ട ജാഗ്രത കേജ്രിവാളിൻ്റെ പക്ഷത്തുണ്ടായില്ല. ആ ജാഗ്രത കുറവാണ് അങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് ED പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കയറി കളിക്കുവാനുള്ള വേദി അവർ കൊടുത്തത്. അല്ലെങ്കിൽ ഈ 2-3 പ്രാവശ്യം ഇപ്പോൾ ഹൈക്കോടതി വരെ വന്നിട്ട് പോലും ജാമ്യം കൊടുത്തില്ല. അപ്പോൾ ദർ ഇസ് സം എലമെന്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദാറ്റ്. ഈ കേസിനകത്ത് ഒരുപക്ഷെ ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം ചോദിച്ചില്ല, അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തതെന്ന് ഞാൻ പിന്നീട് എടുത്ത് വായിച്ചു. അപ്പോൾ ജാഗ്രത കുറവ് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. ആ ജാഗ്രത കുറവ് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും നമ്മളെക്കുറിച്ചും പറയാനുള്ളത്. നമുക്ക് ജാഗ്രത കുറവുണ്ടായാൽ നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറിയിരിക്കും. അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. പരസ്പരം ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, കേരള സ്റ്റോറി കളിക്കട്ടെ, അതുകൊണ്ട് എന്ത് വരും? നമ്മൾ നമ്മുടേതായ നിലയിൽ നിന്നാൽ ഏത് കേരള സ്റ്റോറിക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയും? അപ്പോൾ കേരള സ്റ്റോറി പോലുള്ള അതൊന്നും കണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ പ്രലോഭനങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ പതറാതെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അടിയുറച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള ചില കള്ള നമ്പറുകൾ, ഈ അപ്പകഷ്ണങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നുകൊണ്ട് നടക്കുന്ന ചില ആളുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ട് ഉള്ളത്. താങ്ക് യു സാറ് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകി. ഈ മൊത്തത്തിലെ ഇന്നത്തെ ചർച്ചയും സാറിന്റെ പ്രസന്റേഷനും വളരെ പ്രയോജനകരമായി നമുക്കൊരു കുറെ കൂടെ ഭയരഹിതമായിട്ട് നമ്മളൊക്കെ മുന്നോട്ട് വരുവാന് തയ്യാറായെങ്കിലേ ഈ വലിയ പ്രശ്നത്തിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴേ ലൈറ്റഡ് ടു ലൈറ്ററിന്റെ അഡ്മിനായ ബെന്നി തോമസ് സാറ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ PJ പറീസ് അച്ഛനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയണമെന്ന്. ഇപ്പോൾ ബെന്നി തോമസ് സാറ് വോട്ട് ഓഫ് താങ്ക്സ് നിർവഹിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 195ാമത് വെബിനാറിൽ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച അഡ്വക്കേറ്റ് P. ലാലച്ചൻ സാർ, മോഡറേറ്റർ ആയിരുന്ന നമ്മുടെ അഡ്മിൻ കൂടിയായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പനൂർ സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 195ാമത് വെബിനാറിനാണല്ലോ ഇന്ന് ഇപ്പോൾ സമാപനം കുറിക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ഈ വെബിനാറിൽ ദേശീയ തെരഞ്ഞെടുപ്പും ന്യൂനപക്ഷ രാഷ്ട്രീയവും എന്ന കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കേൾക്കുകയും അതിനെപ്പറ്റി നമ്മൾ ചർച്ച നടത്തുകയും ചെയ്തത്. എന്തുകൊണ്ടും ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മളുടെ കൊച്ചു സംസ്ഥാനം 2 ആഴ്ച കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ വിവേകപൂർവം എപ്രകാരം നമ്മളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എന്ന രീതിയിൽ നമ്മളെ ഉത്ബോധനം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു
പ്രിയപ്പെട്ട ലാലച്ചൻ സാറിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ സൗന്ദര്യം, എന്നാൽ ആ ഭരണഘടനയുടെ സൗന്ദര്യത്തെ മാറ്റിമറിക്കുന്ന വർത്തമാനകാല സംഭവങ്ങൾ, ചരിത്രത്തെ വളച്ചൊടിക്കുകയും അതുപോലെ തന്നെ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഭയത്തിന്റെ അന്തരീക്ഷം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയും സവിസ്തരം നമ്മളോട് സംസാരിക്കുകയും നമ്മളെ രാജ്യത്തെ മതേതരത്തെ നമ്മൾ എപ്രകാരം കാത്തു സംരക്ഷിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുകയും വളരെ ലളിതമായ ഭാഷയിൽ ഇതൊക്കെയും ഇന്നത്തെ മീറ്റിംഗിലൂടെ പ്രിയപ്പെട്ട ലാലച്ചൻ സാറ് നമ്മളോട് പറയുകയുണ്ടായി. തുടർന്ന് നടന്ന ചർച്ചകളിലൊക്കെയും വളരെ സജീവമായി നമ്മളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുകയും എപ്രകാരമായിരിക്കണം നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത് എന്നുള്ളൊരു ബോധം ഉൾക്കൊള്ളുവാനായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിലൂടെ നമുക്ക് സാധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറിനെ പറ്റി ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള പ്രിയ ലാലച്ചൻ സാറ് ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന് എന്തുകൊണ്ടും ഈ വിഷയം അവതരിപ്പിക്കാൻ തക്കവണ്ണം യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരുമായിട്ടുള്ള സംശയമില്ല. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ലൈറ്റ് ടു ലൈറ്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തുകയും ഇത്രത്തോളം നേരം നമ്മളോട് സംവദിക്കുകയും നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയും ഒക്കെയും ചെയ്ത് ഇന്ന് ഈ സന്ധ്യയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ലാലച്ചൻ സാറിനോട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിലും അഡ്മിന്മാരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് മോഡറേറ്റർ ആയിരുന്നത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. സാറ് പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിന് ഒരു അസൗകര്യം നേരിട്ടതുകൊണ്ടാണ് സാറ് ഇന്ന് ഈ മീറ്റിങ്ങിന് മോഡറേറ്റർ ആയിട്ടിരുന്നത്. ഈ ലൈറ്റ് ടു ലൈറ്റിന്റെ പ്രധാന അഡ്മിൻ എന്നുള്ള രീതിയിൽ എപ്രകാരമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ള കാര്യമാകുന്നുവല്ലോ. സാറ് വളരെ നല്ല രീതിയിൽ ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് ഇടയായി. പ്രിയപ്പെട്ട സാറിനോടും ഒപ്പം തന്നെ കുടുംബത്തോടുമുള്ള ലൈറ്റ് ടു ലൈറ്റിന്റെ പ്രത്യേകമായുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഈ സൂം മീറ്റിംഗ് നമുക്ക് കാലാകാലങ്ങളിൽ ഒരുക്കി തരുന്ന പ്രിയപ്പെട്ട ജോസ് മാത്യു ആണ്. നെരൂൽ ഇമ്മാനുവൽ മാർത്തോമ ഇടവകമാണ്. ജോസ് മാത്യുവിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഓപ്പണിംഗ് പ്രയറിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട EVT മാമനച്ചനാണ്. മാർത്തോമ സഭയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വളരെ സുസ്ഥിരമായിട്ടുള്ള സേവനം അച്ഛൻ കാഴ്ചവെക്കുന്നു. അച്ഛന് ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ കാണിച്ച സന്മനസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിന് ധാരാളമായിട്ടുള്ള പട്ടക്കാർ പങ്കെടുക്കുകയുണ്ടായി. അവരോടുള്ള പ്രത്യേകമായുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ചോദ്യങ്ങൾ ചോദിച്ചവർ, അതുപോലെ തന്നെ ഇന്ന് ചർച്ചകളിൽ പങ്കെടുത്തവർ ഏവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ലൈറ്റ് ടു ലൈറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയമായിട്ട് കാണുന്നവരെയും ദൈവം നമ്മളെ കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് PA ലാലച്ചൻ സാറിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബെന്നി സാർ. ഇപ്പോൾ PJ വർഗീസ് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ എല്ലാ നല്ല പൈതൃകങ്ങൾക്കും ചരിത്രത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. രാജ്യം ഒരു പ്രാവശ്യം കൂടി പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഞങ്ങൾ ഇന്ന് ചേർന്ന് വന്നത്. ഞങ്ങൾ വളരെ സംഗതമായ ഒരു വിഷയത്തിന്റെ പല വശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ അവസരം നൽകി. അത് ഞങ്ങൾക്കായി പങ്കുവെച്ച പ്രിയപ്പെട്ട ലാലച്ചൻ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്തരം പ്രബുദ്ധമായ മനസ്സുകളും ചിന്തകളും ഒക്കെ കൂടുതൽ ഫലകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഒരു തരത്തിലും ന്യൂനപക്ഷ വോട്ടുകൾ ശിഥിലമായി പോകാതെ ഏകീകരിക്കപ്പെട്ട് അതിന്റെ ഫലപ്രാപ്തി സാധ്യമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് കരുതണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഛിദ്രശക്തികൾക്കൊരിക്കലും ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി അസ്ഥിരപ്പെടുത്തുവാനോ അതിന്റെ പൈതൃകം നഷ്ടമാക്കാനോ കഴിയാത്ത തരത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. അതിനാവശ്യമായ എല്ലാ തരത്തിലും ആളുകളെ പ്രബുദ്ധമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ചിന്തയോടെ ഞങ്ങളെ ആക്കുന്ന ഇടങ്ങളിൽ ജീവിക്കുവാൻ ഞങ്ങളെ തുടർന്നും സഹായിക്കണം.
ഈ പ്ലാറ്റ്ഫോമിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ ദർശനത്തിനായിട്ട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും പൂർണ്ണയ്ക്കും ഇടയാക്കണമേ. എല്ലാം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയയോടെ കേൾക്കണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കരുതലും കാവലും നാം എല്ലാവരോടും ദൈവം നമുക്ക് തരുന്ന എല്ലാ ജീവിതാവസരങ്ങളോടും കൂടെ ഈ രാത്രിയിലും നിത്യവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.